ഇൻ എക്സ്പ്രസ് ഹൈവേ കേരളത്തിൽ വരാൻ പോകുന്ന പുതിയ എക്സ്പ്രസ് ഹൈവേ അങ്ങനെ പറ്റത്തില്ല. അതായത് സ്വല്പം ഗുണ്ടായുസത്തിലാണ് നമ്മളിതെല്ലാം പൊളിച്ചത്. വിത്ത് ദ പെർമിഷൻ ഓഫ് ഗവൺമെൻറ്. കിഫ്ബി കുതിരയായി, KRFB ഒരു കഴുതിയായി. ഹലോ, ഐ എം ശരണ്യ ഫ്രം ജാക്ക് കൺസ്ട്രക്ഷൻസ്. ഇന്ന് നമ്മളോട് ഉള്ളത് കമ്പനിയുടെ ചെയർമാനും റിട്ടയർഡ് ചീഫ് എഞ്ചിനീയറുമായ വിൻസെന്റ് സാറാണ്. നമ്മൾ കഴിഞ്ഞ ഒരു 2 വീഡിയോ ചെയ്ത് കഴിഞ്ഞിരുന്നു. ആ 2 വീഡിയോസിൽ നമ്മൾ പറഞ്ഞത് നമ്മുടെ PPP പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എങ്ങനെയാണ്, BOT ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ എങ്ങനെയാണ്, അതേപോലെ നമ്മുടെ എഗ്രിമെന്റിന്റെ ഡിഫറൻസ് പറഞ്ഞിരുന്നു. നമ്മൾ പ്രൈവറ്റ് എഗ്രിമെന്റും ഗവൺമെന്റ് എഗ്രിമെന്റും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ്, ഇവ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതേപോലെ മെഷർമെന്റിന്റെ കാര്യം എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇനി ഉള്ള ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ PPPക്ക് വേണ്ടിയിട്ട് ഒരു എഗ്രിമെന്റ് എന്തായാലും ഉറപ്പായിട്ടും കാണും. അപ്പോൾ അതിന്റെ എഗ്രിമെന്റിന്റെ പേര് കൺസെഷൻ എഗ്രിമെന്റ് ആണെന്നും അറിയാം. ഈ എഗ്രിമെന്റ് നമ്മുടെ ഗവൺമെന്റ് എഗ്രിമെന്റും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ്, ഇവ തമ്മിലുള്ള വർക്കിംഗ് കണ്ടീഷൻസ് എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് സാർ എക്സ്പ്ലെയിൻ ചെയ്യാമോ? PPPയുടെ കൺസെഷൻ എഗ്രിമെന്റ് തന്നെ ഞാനൊരു ബുക്ക് വായിക്കാൻ തന്നിരുന്നു. അത് സ്മാൾ റോഡ് പ്രോജക്ട്സ് ഫോർ PPP. സ്മാൾ റോഡ് പ്രോജക്ട്സ് സിറ്റിയിലുള്ളതും ആയ സ്മാൾ റോഡ് പ്രോജക്ട്സ്. ആ അഗ്രിമെൻറ്റിൽ ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് നാഷണൽ ഹൈവേക്ക് വേണ്ടിയുള്ള PPP എഗ്രിമെൻ്റാണ്, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഇൻ നാഷണൽ ഹൈവേസ്. ഇത് രണ്ടും BOT PPP ആണെങ്കിലും കാതലായ ഒരു വ്യത്യാസമുണ്ട്. അത് സിറ്റി റോഡ് പ്രോജക്ട്സിന് നമുക്ക് ടോള് പിരിക്കാൻ ഒക്കില്ല. നാഷണൽ ഹൈവേക്ക് അത് കൺസെഷണറുടെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ബൈ ടോൾ. അപ്പം സിറ്റിയിൽ ടോൾ പിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ടോൾ പിരിക്കുന്നതിനാണ് ഒരു സ്റ്റേറ്റ് സപ്പോർട്ട് അഗ്രിമെൻ്റ് എന്നുള്ള ഒരു കോമ്പണൻ്റ് ഉണ്ട് ഇതിൽ. സ്റ്റേറ്റ് സപ്പോർട്ട് അഗ്രിമെൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഇതാണ്. PPP അതായത് പബ്ലിക് ഇൻവെസ്റ്റർ, ഇപ്പോൾ അദാനി അല്ലെങ്കിൽ നേരത്തെ പുഞ്ചിലോയിഡ്, പിന്നെ വലിയ പ്ലെയേഴ്സ്, അതായത് ഷെയർ മാർക്കറ്റിൽ അവരുടെ ഫണ്ട് റേസ് ചെയ്യുക, അതായത് അവരുടെ കമ്പനീസ് പബ്ലിക്കലി അക്സെപ്റ്റഡ്, ആളുകൾ അവരുടെ പൈസ ഇവരുടെ കമ്പനിയുടെ ഷെയറിൽ ഇടാത്തക്ക രീതിയിൽ അത്രയും പെർഫോമിങ് വെൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ വന്ന് ഇപ്പോൾ ടോൾ വെച്ച് ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ടോൾ പിരിക്കാൻ ജനം സമ്മതിച്ചില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വെച്ച് അപ്പോഴത്തേക്കും പിന്നെ സ്റ്റേറ്റ് സപ്പോർട്ട് അഗ്രിമെൻറ്റ് സെയ്സ് ദാറ്റ് ഇങ്ങനെ ടോളിങ്ങിന് ജനങ്ങളെതിരായാൽ പോലീസിങ് ഫോർ ദ കൺസെഷണർ കൊടുക്കണം. അതിനുള്ള സപ്പോർട്ടാണ് സ്റ്റേറ്റ് സപ്പോർട്ട് അഗ്രിമെൻറ്റ്. അപ്പം നമ്മൾ ചോദിക്കും എന്തിനാണ് സ്റ്റേറ്റ് സപ്പോർട്ട് എന്നുള്ള വാക്ക് വരുന്നത്? പോലീസിങ് ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗവൺമെൻറ് ഓഫ് കേരള, നോട്ട് വിത്ത് ദ കൺട്രോൾ ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് എന്താ ഉള്ളത്? പട്ടാളമാണുള്ളത്, അല്ലെങ്കിൽ CRPF. അതായത് പോലീസിനെ കൊണ്ട് പറ്റാത്ത ഒരു ഇഷ്യൂ വരുമ്പോൾ ഇറങ്ങാമെന്നുള്ള ഇതാണ്. നോർമൽ ഇത് ജനങ്ങളെ ടോളിനെതിരടിക്കുമ്പോൾ ഒരു പോലീസിങ് മാത്രം ആവശ്യമുണ്ട്. അപ്പം നാഷണൽ ഹൈവേയുടെ മോഡൽ കൺസ്ട്രക്ഷൻ അഗ്രിമെൻറ്റിൽ സ്റ്റേറ്റ് സപ്പോർട്ട് അഗ്രിമെൻറ്റ് സ്റ്റേറ്റും വയ്ക്കണം, പിന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഉണ്ട്, പിന്നെ കൺസെഷണറുണ്ട്. സിറ്റി റോഡ് പ്രോജക്റ്റിൽ ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് കേരളയാണ് പിന്നെ കൺസെഷണറാണ്. അവിടെ സ്റ്റേറ്റ് സപ്പോർട്ട് അഗ്രിമെൻറ്റിൻ്റെ ആ ക്ലോസ് ഇല്ല. സർ, അതേപോലെ തന്നെ സർ കഴിഞ്ഞ വീഡിയോസിൽ ഫിഡി കണ്ടീഷനെ പറ്റി പറഞ്ഞിരുന്നു, ഡിലേ ഡാമേജിനെ പറ്റി, അതേപോലെ LCC, GCC, PCC അതിനെ പറ്റിയെല്ലാം സാർ പറഞ്ഞിരുന്നു. അത് അന്ന് പറഞ്ഞിരുന്നു. അതേപോലെ നമ്മുടെ PPP ഇന്റതാണ് ഇതല്ല. അപ്പം ഈ പറഞ്ഞ കൺസെഷൻ എഗ്രിമെന്റിൽ ഇതെല്ലാം ബാധകം തന്നെയല്ലേ? അതെ, നമ്മുടെ നാട്ടില് ഈ ഫിഡി കണ്ടീഷൻസ് ഞാനൊക്കെ മനസ്സിലാക്കുന്നത് 99-ലാണ്. അതായത് വേൾഡ് ബാങ്ക് നമ്മൾ ഈ PPPയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ആലോചിച്ചതാണ്, 95-96 ആലോചിച്ചാണ് വേൾഡ് ബാങ്കിൻ്റെയും ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെയും ലോൺ എടുത്ത്
നമുക്ക് വർക്ക് ചെയ്യാവുന്നത്. അപ്പോൾ അതിലുള്ളതാണ് ഫിഡി കണ്ടീഷൻ. അപ്പോൾ അതിൽ വേൾഡ് ബാങ്ക് പ്രോജക്റ്റിലുണ്ടായിരുന്ന ഫിഡി കണ്ടീഷൻസ് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. എന്നാലും ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം. അതിലകത്ത് LDD ഉണ്ട്. പിന്നെ അതായത് കോൺട്രാക്ടറുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഇവിടെ കൺസെഷണറുടെ ഭാഗത്ത് ഡിലേ ഉണ്ടെങ്കിൽ അതിന് ഫൈൻ ചെയ്യുന്ന ക്ലോസ് ആണ് LDD. അതുപോലെ തന്നെ പിന്നെ പേയ്മെൻറ്റ് കൊടുക്കാൻ ലേറ്റായാൽ ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള ക്ലോസും. അത് രണ്ട് കൂട്ടർക്കും ആവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ കൺസെഷൻ അഗ്രിമെൻറ്റിലും ഉണ്ട്. പക്ഷേ LDDയുടെ ചിലപ്പോൾ LDD പിന്നെ ഫൈൻ ചെയ്യുന്നത് 3 രീതിയിലുണ്ട്. ഞാൻ നേരത്തെ ഓർക്കുന്നുണ്ടോ? അതായത് ലിക്വിഡേറ്റഡ് ഡിലേ ഡാമേജ് പിന്നെ ഒരു കണ്ടീഷനിലാണെങ്കിൽ 0.01% പെർ ഡേ. ചില കണ്ടീഷനിലാണെങ്കിൽ 0.1% പെർ വീക്ക്. ചില കണ്ടീഷനിലാണെങ്കിൽ 1% പെർ മന്ത്. ഇത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ആ കൺസെഷണർക്ക് സെലക്ട് ചെയ്യാം. അല്ല, ആ എഗ്രിമെന്റിൽ സെലക്ട് ചെയ്യാം. എഗ്രിമെന്റ് വെക്കുന്ന സമയത്ത് ബൈ നെഗോസിയേഷനിലാണ്. ഈ എഗ്രിമെന്റ് വെക്കുന്നതിന് മുമ്പ് തന്നെ MOU ഉണ്ട്, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ആദ്യം വെക്കുന്ന ഒരു MOU ആണ്. അതായത് ഞാനിത് ചെയ്യാം, കൺസെഷൻ അഗ്രിമെന്റിലുള്ള റിലവൻസ് ക്ലാസ് അനുസരിച്ച് എടുക്കാം, എനിക്ക് ഇൻഡിപെൻഡൻറ്റ് എഞ്ചിനീയർ വേണമോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ MOUയിൽ ഇവർ പറയും. വർക്ക് എളുപ്പം തീരാനായിട്ടുള്ള ഇതാണെങ്കിൽ 1 മാസത്തിൽ 1% വയ്ക്കുന്നതാണ് നല്ലത്. കാരണം മാക്സിമം 10% അല്ലേ ഉള്ളൂ. 10 മാസത്തെ ഡിലേക്ക് പിന്നെ 10% അച്ചീവ് ചെയ്യും. 0.1% പെർ ഡേ ആണെങ്കിൽ എത്ര 365 ദിവസം ഒരു കൊല്ലം ഡിലേ വന്നാൽ 3.65% വരുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഡിലേ വരാനുള്ള മിക്കവാറും നാഷണൽ ഹൈവേക്കൊക്കെ 0.01%. കാരണം അത് ഡിലേ വരാനുള്ള സാധ്യതയുണ്ട്. വോളിയം ഓഫ് വർക്ക് കൂടുതലുമാണ്. സിറ്റി റോഡ് പ്രോജക്ട്സിനൊക്കെ 0.1% പെർ വീക്ക് അതാണ് വെച്ചിരിക്കുന്നത്. വേണമെങ്കിൽ ഗവൺമെന്റ് ആവശ്യപ്പെടാം 1% പെർ മന്ത് വേണമെന്നൊക്കെ ആവശ്യപ്പെടാം. ജനറൽ കണ്ടീഷൻസ് ഓഫ് കോൺട്രാക്റ്റും അതേപോലെ പെർട്ടിക്കുലർ കണ്ടീഷൻസ് ഓഫ് കോൺട്രാക്റ്റും ഉണ്ടല്ലോ. ഇതും ഈ PPക്ക് ഒരേപോലെ തന്നെയാണോ ബാധകമാവുന്നത്? നമ്മൾ സാറിന് എഗ്രിമെന്റ് വെക്കുന്നത് ഒരു സെറ്റ് ഓഫ് ബുക്കുണ്ട് സർക്കാരിൻ്റെ പഴയ. അതിൽ ഇൻ അഡീഷൻ ടു ദാറ്റ് ബുക്ക്, ആ ബുക്കിൽ സാറിന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ പിന്നെ ആർബിട്രേഷൻ ക്ലോസ് ഒക്കെ വെട്ടിക്കളയും. എന്നിട്ട് ഡിലേയും ഫൈനും എന്താണെന്നുള്ളത് CGCC CPCC എന്ന് പറയും. അതായത് സർക്കാരിൻ്റെ പണ്ടുള്ള ജനറൽ പാറ്റേൺ ഓഫ് എഗ്രിമെൻറ്റിൽ ഓവർ ആൻഡ് അബവ് അല്ലെങ്കിൽ ഇൻ അഡീഷൻ ആർ ഡീവിയേഷൻ ഇൻ ദാറ്റ് എഗ്രിമെൻറ്റ് says in GCC or PCC. ഓക്കെ, അതാണ് ഇതിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. അതെ. വേൾഡ് ബാങ്ക് ഇത് എടുക്കുകയാണെങ്കിൽ GCCയിൽ ഇങ്ങനെ വെക്കണം, PCCയിൽ ഇങ്ങനെ വെക്കണം എന്ന് പറയും. പിന്നെ ഇതിൽ കൺസെഷൻ അഗ്രിമെന്റിൽ PCCയിൽ എന്ത് വെക്കണം എന്ത് വെക്കണ്ട എന്നുള്ളത് കൺസെഷൻ അഗ്രിമെന്റ് മോഡൽ കൺസെഷൻ അഗ്രിമെന്റിലുണ്ട്. അതിൽ നിന്ന് ബൈ നെഗോസിയേഷൻ കൺസെഷനുമായിട്ട് ഓരോ ക്ലോസും എങ്ങനെ ഇതുപോലെ പ്രധാനപ്പെട്ട ക്ലോസ് എങ്കിലും അറ്റ്ലീസ്റ്റ്, മറ്റെല്ലാം നോർമൽ ഇത്. ഓക്കെ സർ. ഓക്കെ, പിന്നെ നമ്മുടെ ഈ കൺസെഷൻ എഗ്രിമെന്റിന്റെ ഫംഗ്ഷൻ ഇപ്പം ഓപ്പോസിറ്റ് ഉള്ള നമ്മൾ കൺസെഷണറിനാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ഈ കൺസെഷണർക്ക് എന്തെല്ലാം ബെനിഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ ഈ ഒരു PPP വർക്ക് കൊടുക്കുന്നതും നോർമൽ ഗവൺമെന്റ് വർക്ക് കൊടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം അവർക്ക് എങ്ങനെയായിരിക്കും ഒരു ഗുണം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗവൺമെന്റിന് എങ്ങനെയായിരിക്കും അതിന്റെ വ്യത്യാസം വരുന്നത്? TCRIPയിലുള്ള ഈ PCCയും GCCയുടെ പ്രത്യേകതകളാണ് എനിക്ക് കൂടുതൽ അറിയാമെന്നുള്ളത്. നാഷണൽ ഹൈവേയിലുള്ളത് അത് ഡീപ്പായിട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്ത് ഫീൽഡ് എക്സിക്യൂട്ടീവ് അതുകൊണ്ട് ഡീപ്പായിട്ട് അറിഞ്ഞൂടാ. പിന്നെ TCRIPയിലാണെങ്കിൽ അവർ ഹിൻഡ്രൻസ് ലിസ്റ്റ് തരുമായിരുന്നു. അതായത് തടസ്സം, പണി ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഒരു തടസ്സം ഹിൻഡ്രൻസ് പിന്നെ 1 വീക്ക് നോട്ടീസ് പോലെ തരും. ഇന്ന തടസ്സമുണ്ട്, ഇന്ന റീറ്റെയിനിങ് വാൾ പണിയുമ്പോൾ അതിൽ പിന്നെ DPR ആണല്ലോ, ഡീറ്റെയിൽ പ്രോജക്റ്റ്. ഇപ്പം DPRൽ 3 മീറ്ററാണ് റീറ്റെയിനിങ് വാൾ പണിയേണ്ടത്. ബട്ട് വെൻ റോഡ് ഫയലിൽ ഇതുമായിട്ട് ആ പർട്ടിക്കുലർ ക്രോസ് സെക്ഷൻ ലെവൽസ് എടുത്തപ്പോൾ 5 മീറ്ററാണ് വേണ്ടത്. സോ ദറ്റ് ബിക്കംസ് എ ഹിൻഡ്രൻസ് എന്ന് പറഞ്ഞൊരു നോട്ടീസ്. നോട്ടീസ് 1 വീക്ക് കഴിഞ്ഞ ഉടനെ ആ ഹിൻഡ്രൻസിന് നമ്മൾ മറുപടി കൊടുത്തില്ലെങ്കിൽ സെക്കൻഡ് നോട്ടീസ് തരും. വി ആർ പ്രൊസീഡിങ്
ഇൻ അവർ ഓൺ വേ ഓക്കെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ റിട്ടേണിംഗ് വാൾ ഒഴിവാക്കിയിട്ട് 5 മീറ്ററിൻ്റെ ഞങ്ങൾ ഡിസൈൻ ചെയ്ത് ഇത് രണ്ടാമത്തെ വീക്കിലെ നോട്ടീസിൽ ഉണ്ടാവും. ഇതും ആക്ഷൻ എടുത്തില്ലെങ്കിൽ ദിസ് വിൽ ബിക്കം എക്സ്ട്രാ വെൽറ്റം. മറ്റത് കുറയത്തുമില്ല സർക്കാരിന്. അതും കൊടുക്കണം, ഇതും കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ കണ്ടീഷൻസ് ഉണ്ടായിട്ടുണ്ടോ സർ? അങ്ങനത്തെ നമ്മുടെ TCRIP എന്ന് പറയുന്നത് സിറ്റി റോഡിൽ ഇന്ത്യ രാജ്യത്ത് കേരള സംസ്ഥാനത്ത് തിരുവനന്തപുരത്ത് ആദ്യമായി തുടങ്ങിയ ഇതാണ്. അതിൽ ഒരു കേസിൽ 20 കോടിയോളം രൂപ ഇതിൽ ആർബിട്രേഷൻ ക്ലോസ് അനുസരിച്ച് പുഞ്ചിലുമായിട്ട് കൊടുക്കേണ്ടി വന്നു. ഓക്കെ. ഇതേപോലെ നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാതെ അങ്ങനെ സംഭവിച്ചു പോയി. അത് പറയുമ്പോൾ അത് ഒരു സീക്വൻസ് ആയിട്ട് വേണം പറയാം. ആ സീക്വൻസ് എത്തുമ്പോൾ ഞാൻ അത് പറയാം. ഓക്കെ ഓക്കെ സാർ. അതേപോലെ തന്നെ സാർ ഇപ്പോൾ TCRIP പറ്റി പറയേണ്ടി വന്നു. ട്രിവാൻഡ്രം സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം. ഈ ഒരു TCRIP ഫോർമുലേറ്റ് ചെയ്യേണ്ട റീസൺ ഇപ്പോൾ കുറച്ച് നാൾക്ക് ശേഷമാണല്ലോ പെട്ടെന്ന് ഒരു പ്രോഗ്രാം ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരുവാണ് ചെയ്തത്. അപ്പൊ ഇത് ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ പെട്ടെന്ന് ജനറേറ്റ് ചെയ്യാനുള്ള കാരണവും മാത്രമല്ല സാർ ഇതിലൊരു വലിയൊരു പാർട്ട് തന്നെയാണ് ഇതിൽ വഹിച്ചിട്ടുള്ളത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ സാറിന്റെ ഇതിന്റെ എക്സ്പീരിയൻസും സാറിന്റെ പാർട്ടും അതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഞാൻ നാഷണൽ ഹൈവേ ആയാലും ഈ PPP പ്രോജക്റ്റ് ആയാലും ഇംപ്ലിമെൻറ്റ് നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് 2001, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മൾ അറിവ് വരുന്നത് 2000 മുതൽ. ആ 2000 മുതൽ ഇന്ന് 2025 വരെ. അപ്പോൾ 25 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ്, നമ്മൾ കൂടുതലും ഇൻട്രാക്ട് ചെയ്യുന്നത് PWD മിനിസ്റ്റർ ആൻഡ് ചീഫ് മിനിസ്റ്ററോട് ഇൻട്രാക്ട് ചെയ്യുന്നില്ലെങ്കിലും ചീഫ് മിനിസ്റ്ററുടെ ഓരോരോ നടപടികളാണ് ഇതിനെ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ നയിക്കുന്നത്, ഇതിന് പ്രോഗ്രസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് അറിയാൻ പറ്റും. മുഖ്യമന്ത്രിയുടെ ഇത് ഫയലിലൂടെയും അല്ലെങ്കിൽ PWD മിനിസ്റ്ററുടെ മീറ്റിങ്ങിലോ ഒക്കെ വെച്ച് അറിയാൻ പറ്റും, അല്ലെങ്കിൽ PWD സെക്രട്ടറിയുടെ ഡെലിബറേഷനിൽ നിന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ പ്രൈം മിനിസ്റ്ററും നോർത്തിൻ്റെ മിനിസ്റ്ററും. അപ്പോൾ നമ്മൾ TCRIPയെ കുറിച്ചാണല്ലോ അപ്പോൾ സംസാരിച്ചു വരുന്നത്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും, ഇതിൽ ഞാൻ രാഷ്ട്രീയം പറയല്ല, ചില ഇതിൽ TCRIP 2001 സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഏറ്റവും നിർണായകമായ തീരുമാനങ്ങളെടുത്ത അന്നത്തെ മുഖ്യമന്ത്രി A.K. ആന്റണിയാണ്. അന്നത്തെ PWD മിനിസ്റ്റർ മുനീറാണ്. അത് ഞാനിപ്പോഴും വളരെ നന്ദിയോടുകൂടി ഓർക്കുന്നു. സർ, നമ്മുടെ CRDP ക്യാപിറ്റൽ റീജിയൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം, ആ ഒരു പ്രോഗ്രാമിനെ പറ്റി സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അതാണ് TCRIP ട്രിവാൻഡ്രം സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റ് പ്രോജക്റ്റിലോട്ട് വഴി തുടങ്ങിയത്. ഇങ്ങനെ ക്യാപിറ്റൽ റീജിയൻ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് എന്നുള്ള ഒരു പ്രോജക്റ്റ് മുഖ്യമന്ത്രി A.K. ആന്റണിയാണ് അത് തുടങ്ങാൻ വേണ്ടി നിർബന്ധം പിടിച്ച് PWDയിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് LSTDയുടെ കീഴിലായിരുന്നു ക്യാപിറ്റൽ റീജിയൻ ഡെവലപ്മെൻറ്റ്. അവർ ഗൂഗിൾ മാപ്പോ അത് എന്തൊക്കെയോ വെച്ചിട്ട് ഒരു ഓവറാൾ ട്രിവാൻഡ്രം ഇന്നർ റിംഗ് റോഡ്, ഔട്ടർ റിംഗ് റോഡ്, പിന്നെ ഇപ്പോൾ നമ്മൾ വിഴിഞ്ഞത്തിന് വേണ്ടി വരുന്നില്ലേ ഒരു ഹാർബർ, അതുപോലുള്ള അത് വെരി ഔട്ടർ പിന്നെ റോഡ്, അത് അതിനൊരു ടെൻറ്റേറ്റീവായിട്ട് അലൈൻമെൻറ്റ് വെച്ച് തീരുമാനിച്ച LSTDയിലായിരുന്നു. അപ്പോൾ പിന്നെ ആ LSTDയിൽ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ്, ആ കാലഘട്ടത്താണ് നമ്മുടെ റോഡ് സെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് റോഡ് ഫണ്ട് ബോർഡ് തുടങ്ങുന്നത്. അപ്പം എനിക്ക് തോന്നുന്നുണ്ട് ഈ TCRIP തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ PWD സെക്രട്ടറി ബാബു ജേക്കബ് സാറാണെന്ന് തോന്നുന്നു, അന്നത്തെ സെക്രട്ടറി എന്നോട് ഈ ക്യാപിറ്റൽ റീജിയൻ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിൽ എല്ലാ പ്രോജക്റ്റിൻ്റെ ചാർജുള്ള സ്പെഷ്യൽ ഓഫീസറോ പോകാൻ പറഞ്ഞു. അത് നമ്മുടെ ജയകുമാർ സാറായിരുന്നു. ജയകുമാർ സാറ് നമ്മുടെ ജൂലിയറ്റിൽ ഇവിടെ നമ്മുടെ ജൂലിയറ്റിൻ്റെ ഫാദറായിരുന്നു. ചെന്ന് നോക്കി. അപ്പം അത് LSTDയിൽ ക്യാപിറ്റൽ റീജിയൻ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്, അതിൻ്റെ PWDയിൽ കേരള റോഡ് ഫണ്ട് ബോർഡ്, ദെൻ കമ്മിങ് ടു TCRIP. അപ്പം അതാണ് അതിൻ്റെ ചാനൽ. മുഖ്യമന്ത്രി അങ്ങനെ അവരുടെ ഇൻട്രസ്റ്റ് അത്.
സാർ അടുത്തൊരു ചോദ്യം എന്ന് വെച്ചാൽ 2001 സാർ പലപ്പോഴായിട്ട് ഊന്നി തന്നെ സംസാരിച്ചിട്ടുണ്ട്. 2001 മുമ്പും 2001 ശേഷവും. അപ്പം എനിക്ക് മനസ്സിലായത് 2001 ശേഷം തന്നെ ഒരു റെവല്യൂഷൻ തന്നെ സംഭവിച്ച ഒരു സമയമായിട്ടാണ് മനസ്സിലായിട്ടുള്ളത്. നമ്മുടെ കേരള PWD ഈ 2001 ശേഷം നമ്മുടെ ഇവിടുത്തെ വികസനത്തിന് വേണ്ടി എന്തെല്ലാം മാറ്റങ്ങളാണ്, എന്തെല്ലാം സ്കീംസ് അല്ലെങ്കിൽ പ്രോജക്ട്സ് ആണ് കൊണ്ടുവന്നെന്നുള്ള സാറിന് എക്സ്പ്ലെയിൻ ചെയ്യും. മാത്രമല്ല സാറ് മുമ്പത്തെ വീഡിയോസിൽ ടോളിനെ പറ്റി പറഞ്ഞിരുന്നു, പിന്നെ ഹൈവേ പ്രൊട്ടക്ഷൻ ആക്ടിനെ പറ്റി പറഞ്ഞിരുന്നു. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ സംഭവിച്ചു എന്നറിയാം. അത് വരാനുള്ള കാരണവും സാറിന്റെ അതിന്റെ എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്യാമോ? ഞങ്ങൾ 2001 നമ്മൾ ക്രൂഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ 2000 മുതൽ ഇതിൻ്റെ നമ്മൾ അറിവുണ്ട് നമുക്ക് പല കാര്യങ്ങളും. 2000 ADB ലോൺ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് LDF സർക്കാർ എതിരായിരുന്നു അന്നത്തത്. കോൺഗ്രസ് അനുകൂലമായിട്ട് നിന്നു. ഞങ്ങളുടെ കേരള PWD ഗ്രാജുവേറ്റ് എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ ഞങ്ങൾ ഇതിൽ നമ്മൾ കുറേയധികം ഇത് ഇൻ്റർനാഷണൽ മാഗസിൻസ് കളക്ട് ചെയ്തു. അന്ന് നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ചൈന ആ സമയത്താണ് എക്സ്പ്രസ് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് നമ്മൾ ആലോചിക്കണം, 2000 മുമ്പ് ഇപ്പോൾ 1995 മറ്റോ ഒരു ഇയർ എടുക്കുകയാണെങ്കിൽ ചൈന നമ്മളെക്കാളും വളരെ എല്ലാ ലെവലിലും മോശമായിരുന്നു. അതായത് പോവർട്ടിയിലും ആളുകൾ കഴിക്കാനുള്ള ആഹാരം കൊടുക്കാനുള്ള ഇതുപോലെ രാജ്യത്തിന് ഇല്ലാതിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഈ ഫുഡ് സ്കേഴ്സിറ്റി പണ്ടുണ്ടായിരുന്നു. നമ്മുടെ ചൈനീസ് യുദ്ധകാലത്തുണ്ടായിരുന്നു. പിന്നീട് അത് മാറി. അവർ അതുണ്ടായിരുന്നു. അങ്ങനെയുള്ള അവർ ഈ എക്സ്പ്രസ് ഹൈവേയും ഒക്കെ കൺസ്ട്രക്ട് ചെയ്ത് കണ്ടമാനം എക്സൽ ചെയ്യുന്നത് നമുക്കുണ്ട്. അപ്പം നമ്മൾ ഗവൺമെൻറ് അസോസിയേഷൻ ലെവലിലും PWD എഞ്ചിനീയേഴ്സ് ഗ്രാജുവേറ്റ് എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ ലെവലിലും എല്ലായിടത്തും ഒന്നും നടക്കുന്നില്ല. അപ്പോഴാണ് 2001 ഇലക്ഷൻ വന്ന് ഈ AK ആന്റണി മുഖ്യമന്ത്രിയായിട്ട് വരുന്നു. മുനീർ സാഹിബിന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് 2001 ലാപ്ടോപ്പുമായിട്ടാണ് അദ്ദേഹം വന്നത്. അന്ന് 2001 ലാപ്ടോപ്പിന് ഭയങ്കര വിലയാണ്. എനിക്ക് തോന്നുന്നു 1.5-2 ലക്ഷം രൂപയെങ്കിലും വരും. അന്ന് നമുക്കൊരു കാറ് പിന്നെ 1 ലക്ഷം അതിന് ലാപ്ടോപ്പിനേക്കാൾ വില കുറവാണ്. അപ്പം അന്ന് ഇത് വന്നു. പിന്നീട് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് അദ്ദേഹം പിന്നെ MBBS ഡോക്ടറാണ്. അതറിയാമോ? ശരണ്യക്ക് അറിയാമോ? MBBS ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ പിന്നെ പഴയ ഉപമുഖ്യമന്ത്രി CH മുഹമ്മദ് കോയ അദ്ദേഹത്തിൻ്റെ മകനാണ്. അപ്പോൾ ഒരു പ്രൊഫഷണൽ വന്നപ്പോൾ അത് മെഡിക്കൽ ഫീൽഡായാലും ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നമ്മളെ കേൾക്കാനും അതനുസരിച്ചുള്ള സ്റ്റെപ്സ് എടുക്കാനും അങ്ങനെയാണ് ഒത്തിരി. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് കുറേ നടപടികൾ വരുന്നുണ്ട്. അതനുസരിച്ച് നമുക്ക് കേരള റോഡ് ഫണ്ട് ബോർഡ് ആക്ട്, ഹൈവേ പ്രൊട്ടക്ഷൻ ആക്ട്, എല്ലാ ആക്ടുകളും ഇറങ്ങാൻ വേണ്ടി ഗവൺമെൻറ്റിൽ വരുന്നു. അത് പിടിപടിയും നമ്മൾ നടപടി എടുത്തോട്ട് തുടങ്ങി. കേരളത്തിന് അതിനുശേഷം വന്ന എന്തെങ്കിലും പ്രോജക്ട്സോ സ്കീംസോ എന്തെങ്കിലും തുടങ്ങിയിട്ടുണ്ടോ? അന്ന് ആദ്യം വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞില്ല ചൈനീസിൻ്റെ കാര്യം പറഞ്ഞത്. അവർ എക്സ്പ്രസ് ഹൈവേയാണ് ആദ്യം തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ മിനിസ്റ്റർക്ക് കൊടുത്ത ഒരു പ്രസൻറ്റേഷനിൽ ആദ്യത്തെ സ്ലൈഡ് തന്നെ അമേരിക്കയിൽ കണ്ടമാന എക്സ്പ്രസ് ഹൈവേയും ഒക്കെ. അപ്പോൾ ഏതോ ഇറ്റ് ഹാപ്പൻ സം 25 അതായത് 1950-60 കാലഘട്ടത്തിലാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഏതോ ഒരു പത്രക്കാർ യു ആർ സ്പെൻഡിങ് സോ മച്ച് മണി ഫോർ പിന്നെ നാഷണൽ ഹൈവേ ആൻഡ് എക്സ്പ്രസ് ഹൈവേ. അപ്പോൾ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ ഒരു റിപ്ലൈ ഉണ്ട്. വി ആർ നോട്ട് ജസ്റ്റ് സ്പെൻഡിങ് മണി, വി ആർ ഇൻവെസ്റ്റിംഗ് മണി ഇൻ ദ നാഷണൽ ഹൈവേ ആൻഡ് എക്സ്പ്രസ് ഹൈവേ ബൈ വേ അവർ എക്കോണമി വിൽ ഗ്രോ. മനസ്സിലായോ? എക്സ്പ്രസ് ഹൈവേ നാഷണൽ ഹൈവേക്ക് വേണ്ടി പൈസ വെറുതെ സ്പെൻഡ് ചെയ്ത് കളയുകയല്ല, ദൂർത്തടിക്കുകയല്ല, അതിലോട്ട് പൈസ അതും ആണ് വരുന്നത്. ഈ സ്ലോഗൻ എടുത്തിട്ടാണ് ചൈന തുടങ്ങിയത് 2000. നമ്മുടെ ഇവിടെ ഇത് ഏറ്റെടുക്കാൻ ആരുമില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് എന്താ പ്രോജക്റ്റ് വേണ്ടത്. അപ്പോൾ അന്ന് ഒരു എക്സ്പ്രസ് ഹൈവേ എന്നുള്ള ഒരു പ്രോജക്റ്റ് അതും നമ്മൾ കൺസീവ് ചെയ്യുന്നത് എല്ലാവരുടെയും മനസ്സിലുണ്ട്. പിന്നെ മുനീർ സാഹിബ് വന്നിട്ട് തുടങ്ങിയതാണ്. നമ്മളോടൊന്നും ആവശ്യപ്പെട്ടാലല്ലേ പ്രോജക്റ്റ് വരുള്ളൂ. അത് തുടങ്ങി അങ്ങനെ എക്സ്പ്രസ് ഹൈവേ കേട്ടിട്ടുണ്ട്. എക്സ്പ്രസ് ഹൈവേ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്ത എക്സ്പ്രസ് ഹൈവേ എനിക്ക് തോന്നുന്നു അത് ഒരു പിന്നെ അക്സസ് കൺട്രോൾഡ് എക്സ്പ്രസ് ഹൈവേ എന്നുള്ളൊരു വാക്ക് കൊടുത്തു. അതാണ് കുഴപ്പം പിടിച്ചത്.
അക്സസ് കൺട്രോൾ എന്ന് നമ്മൾ മീൻ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏത് നാഷണൽ ഹൈവേ എന്ത് പണിതാലും നമ്മുടെ നാട്ടിൽ ഒരു പഞ്ചായത്തോട് വെട്ടി കൊണ്ടുവന്ന് നേരെ ഒരു കുത്തിറക്കത്തിൽ ഇപ്പോൾ വെഞ്ഞാറമ്മൂട് ഭാഗത്തോ കൊട്ടാരക്കര ഭാഗത്തോ MC റോഡ് പോവുകയാണെങ്കിൽ അതിൻ്റെ സൈഡിലുള്ള ഒരു ഏതെങ്കിലും പഞ്ചായത്ത് വെട്ടിക്കൊണ്ട് നേരെ കുത്തിറക്കത്തിൽ ഇവിടെ 1:4 സ്ലോപ്പിൽ വന്ന് വണ്ടി ഇറങ്ങും. അപ്പം ഇൻ എക്സ്പ്രസ് ഹൈവേ കേരളത്തിൽ വരാൻ പോകുന്ന പുതിയ എക്സ്പ്രസ് ഹൈവേയിൽ അങ്ങനെ പറ്റത്തില്ല. അക്സസ് ഈസ് കൺട്രോൾഡ്. ദാറ്റ് പഞ്ചായത്ത് റോഡ് ഹാസ് ടു കണക്ട് ടു സർവീസ് റോഡ്. ഫ്രം സർവീസ് റോഡ് ഇത് ഇൻ സെലക്റ്റഡ് ലൊക്കേഷൻ ഓൺലി ഇറ്റ് വിൽ കം ഇൻ ദിസ്. ഇപ്പം നിങ്ങൾക്ക് നമ്മുടെ ബൈപ്പാസ് NH ബൈപ്പാസ് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഏതെങ്കിലും പഞ്ചായത്ത് റോഡ് നേരെ വന്ന് കയറില്ലല്ലോ. ഇത് ഈ കോൺസെപ്റ്റ് ആളെ മനസ്സിലാക്കാൻ വേണ്ടി അക്സസ് കൺട്രോൾ എന്നുള്ള വാക്കിട്ടപ്പോൾ അതിനെ തെറ്റിദ്ധരിച്ച് എൻ്റെ ദൈവമേ വരാനുള്ള ഇത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഈ എക്സ്പ്രസ് ഹൈവേയുടെ കൂടെ സിറ്റി റോഡ് ഇമ്പ്രൂവ്മെൻറ്റും ട്രെയിനിങ്ങിൻ്റെ കോമ്പണൻറ്റിലാണ് ഞാൻ പോയിരിക്കുന്നത്. പിന്നെ എൻ്റെ നാസർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ സെയിം കോവർക്കറാണ്. അദ്ദേഹം പറഞ്ഞ അവരും കുറേ പേരും കൂടെ അന്ന് GPS ഇതുമായിട്ടൊക്കെ പോകുന്നു. ജനത്തിനൊന്നും അറിഞ്ഞൂടാ. GPS ഒരു സ്ഥലത്ത് പോയി. അപ്പം GPS വഴിയിട്ടാണ് കോർഡിനേറ്റ് വെച്ചിട്ടാണ് എവിടെ കൂടെയാണ് എക്സ്പ്രസ് ഹൈവേ വരുന്നതെന്ന് നോക്കാൻ പോയി. അവരെല്ലാം ആൾക്കാർ പിടിച്ചു വെച്ച് ഏതോ ഇത് ചൈനീസ് ചാരനാണെന്നൊക്കെ ഉള്ള രീതിയിൽ, അതായത് തീവ്രവാദികളെ എങ്ങനെയാണോ ആളുകൾ പിടിച്ചു വയ്ക്കുന്നത് അതിനേക്കാൾ അപ്പുറത്ത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ആർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ പോയി. അപ്പം പിന്നെ നമ്മളിപ്പം എക്സ്പ്രസ് ഹൈവേയുടെ കാര്യം പറഞ്ഞു, TCR വഴി ഇതിനകത്ത് ഒരു വേൾഡ് ബാങ്ക് പ്രോജക്റ്റ് കൂടെ വന്നിരുന്നു, MC റോഡ് വൈഡനിങ്. അതായത് നമ്മൾ എക്സ്പ്രസ് ഹൈവേ നടക്കാത്ത അല്ലെങ്കിൽ അത് ഫ്ലോട്ട് ചെയ്ത് പബ്ലിക് ഒപ്പീനിയൻ എഗൻസ്റ്റ് ആകുന്ന സമയത്ത് തന്നെ പാരലായിട്ട് വേൾഡ് ബാങ്കുകാർ ലോഡുമായിട്ട് വന്നു. അപ്പോൾ MC റോഡ് വൈഡൻ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അതിൻ്റെ കൂടെ വേൾഡ് ബാങ്ക് പ്രോജക്റ്റിൽ KSTP എന്ന് പറയും, കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്റ്റ്. അത് ട്രാൻസ്പോർട്ട് എന്നുള്ള വാക്ക് ഉപയോഗിച്ചതെന്ന് വാട്ടർ ട്രാൻസ്പോർട്ട് കൂടെ വരാൻ വേണ്ടിയാണ്. അതായത് പിന്നെ ഇൻലാൻഡ് നാവിഗേഷൻ കൂടെ വരാൻ വേണ്ടിയും അങ്ങനെയുള്ളതും KSTP വന്നിരുന്നു. അങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ സർ. സർ, KRFBനെ പറ്റി ഇപ്പോൾ പറയാനിടയുണ്ടായി. ഈ KRFB നമ്മുടെ കേരള റോഡ് ഫണ്ട് ബോർഡാണല്ലോ, നമ്മുടെ കേരള PWDന്റെ അണ്ടറിൽ വരുന്നത് ഒന്നാണ്. അപ്പോൾ ഇവരുടെ വരുമാനമൊക്കെ എങ്ങനെയാണ് സർ? അവരുടെ വരവ് എങ്ങനെയാണ് അതിനെയൊക്കെ വരുത്തുന്നത്? റോഡ് സെസ് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തുള്ള പെട്രോളിൻ്റെ 1 ലിറ്റർ പെട്രോളിൻ്റെ വില എത്ര വരും? ഉദ്ദേശം 110 വരും. ഡീസലിന് ഒരു 100 വരും. ഈ പെട്രോൾ 110 രൂപയിൽ. ആക്ച്വലി പെട്രോളിയം കമ്പനി അവർ പെട്രോളിൻ്റെ അവരുടെ ഒരു സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്, അത് പെട്രോൾ ഔട്ട്ലെറ്റിൽ കൊണ്ടെത്തുമ്പോൾ അവരുടെ ആൾമോസ്റ്റ് 50 റുപ്പീസൊക്കെ വരുള്ളൂ. ഞെട്ടിയോ? അതായത് 110 60ഓളം രൂപ. ഇത് എക്സാക്റ്റ് എനിക്ക് 60ഓളം രൂപ പെട്രോൾ സെസ്, പിന്നെ ടാക്സ് സ്റ്റേറ്റ് ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും കിട്ടുന്ന ടാക്സുകൾ വരും. ഡീസലിന് അതേപോലെ തന്നെയാണ്. അപ്പം ഡീസലിൻ്റെ സെസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കിട്ടും. സെൻട്രൽ റോഡ് ഫണ്ട് ഉണ്ട്, CRF. അത് ബോർഡല്ല, CRF എന്ന് മാത്രമേ ഉള്ളൂ. അത് മോർത്തിൻ്റെ കീഴിൽ, മോർത്തിൻ്റെ മിനിസ്ട്രിയുടെ ഓഫീസിൽ പോകുമ്പോൾ ആ മിനിസ്ട്രിയുടെ ഓഫീസിൽ ഫൈനാൻസ് ഉണ്ട്. നമ്മൾ ഏത് പ്രോജക്റ്റ് സാങ്ഷന് പോകുമ്പോൾ അവസാനം ഫൈനാൻസിൽ പോകുന്നു, ഫണ്ട് അലോക്കേഷന് വേണ്ടിയൊക്കെ പോകണം. അപ്പോഴത്തേക്ക് അതിൽ CRF എന്നുള്ള ഒരു പ്രത്യേക സെല്ലുണ്ട്. അപ്പോൾ ബോർഡാക്കിയിട്ടില്ല, അവരങ്ങനെയാണ്. അവർ അതിൽ നിന്ന് ചിലപ്പോൾ പൈസ ഒന്നിലും ഇല്ല. മോർത്തിലെ ജനറൽ ഫണ്ടിൽ, ബഡ്ജറ്റഡ് ഫണ്ടിൽ പൈസ ഇല്ലെങ്കിൽ അവിടുത്തെ CRF ഫണ്ടിൽ നിന്ന് കിട്ടുന്ന രീതിയിൽ അങ്ങനെയൊക്കെ പോകും. അപ്പോൾ ഡീസലിന് അവർക്കാണ് പോകുന്നത്. സ്റ്റേറ്റിന് അതിൽ തന്നെ എത്ര രൂപയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു 30-35 റുപ്പീസ് എങ്കിലും 1 ലിറ്ററിൽ കിട്ടും. അത് ഡയറക്റ്റ് പോകുന്നത് റോഡ് ഫണ്ട് ബോർഡിനാണ്. ഈ ടാക്സ് റോഡ് ഫണ്ട് ബോർഡിലോട്ടാണ്. റോഡ് ഫണ്ട് ബോർഡ് ഒരു സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പ്രോജക്റ്റ് എടുത്തപ്പോൾ എന്തുകൊണ്ട് കുഞ്ചിലോയിഡ് കോട്ട് ചെയ്തു? റോഡ് ഫണ്ട് ബോർഡിന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ട്രഷറിയിലല്ല അക്കൗണ്ട്, ബാങ്കിലാണ്. അതിനൊരു നോൺ ഡെഡിക്കേറ്റഡ് സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട്. അത് ബൈ സ്റ്റാറ്റിസ്റ്റിക്സ് ദ കൺസെഷണർ ക്യാൻ വെരിഫൈ.
കേരളത്തിൽ എത്ര പെട്രോളാണ് ഡെയിലി ആവറേജ് വിറ്റ് പോകുന്നത്, അതിന് എത്ര പൈസ കിട്ടും എന്നുള്ളതെല്ലാം വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സോഴ്സ് ഓഫ് ഇൻകം ഇസ് അഷ്വർഡ്. മനസ്സിലായല്ലോ? മനസ്സിലായി. ഇതെല്ലാം അറിഞ്ഞൂടാ. അപ്പോൾ പലപ്പോഴും ഈ പെട്രോളിൻ്റെ ഇത് വരുമ്പോൾ പത്രത്തിലൊക്കെ ഒരു സ്റ്റേറ്റ് കുറച്ചുകൂടെ വരുമാനം എന്ന് പറഞ്ഞു. അതെ, ഞാനും 110 രൂപ എന്നൊക്കെ പറയുമ്പോൾ ഇത് കുറയുന്നുമില്ല. എപ്പോഴും പെട്രോളിന് ഒരിക്കലും കുറഞ്ഞു കണ്ടിട്ടില്ല. നമ്മൾ പറയും കേന്ദ്രത്തിന് കുറച്ചുകൂടെ, ഡീസലിന് കുറച്ചുകൂടെ. ഈ ഡീസലിന്റെ പൈസ കൊണ്ടാണ് ഈ നാഷണൽ ഹൈവേ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് എല്ലാം നടക്കുന്നത്. മനസ്സിലായോ? റോഡ് ഫണ്ട് ബോർഡിൽ നിന്ന് എടുത്ത് അല്ല, ഞാൻ പറഞ്ഞില്ല, ഡീസലിന്റെ സെസ് CRF മാത്രമേ ഉള്ളൂ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് മാത്രമേ ഉള്ളൂ. പെട്രോളിന്റെ സെസ്സാണ് ഇവിടെ ഉള്ളത്. പെട്രോളിന്റെ ഒരു ബൾക്ക് ഈ ഗവൺമെന്റ് ഓഫ് കേരളയ്ക്ക് ഒരു ചെറുത് എന്തോ ടാക്സ് ആയിട്ട് പോകുന്നു. ഈ സെസ് മാത്രമല്ല, ഈ 60 രൂപ മുഴുവൻ സെസ് അല്ല. ഈ 60 രൂപയിൽ 30ഓളം രൂപ കേരള ഗവൺമെന്റിന്റെ സെസ്, ഒരു 5-10 രൂപ ഏതെങ്കിലും കേന്ദ്ര ഗവൺമെന്റിന്റെ സെസ് ആയിരിക്കും, 40 രൂപയായി. പിന്നെ 10-20 രൂപ അതിനൊരു ടാക്സ് ഉണ്ട്. നമ്മൾ GST വന്നില്ലെങ്കിൽ സമ്മത ടാക്സ് ഈസ് ടു ബി ദയർ. GST വരുന്നതിന് മുമ്പ് നമുക്ക് എന്താ ഉണ്ടായിരുന്നത്? മെറ്റീരിയൽസിന് വേണ്ടി ഇതുണ്ടായിരുന്നു, വാറ്റ് ഉണ്ടായിരുന്നു. സർവീസിന് വേണ്ടി സർവീസ് ടാക്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനെല്ലാം രണ്ടിനും കൂടെ ഒന്നിച്ചാക്കിയതാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, GST. മനസ്സിലായോ? അപ്പം കേന്ദ്രത്തിന് കുറച്ച് പൈസ ഉണ്ട്. പെട്രോളിന്റെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് റോഡ് ഫണ്ട് ബോർഡാണ്, അത് കേരള ഗവൺമെന്റിനാണ്. ഓക്കെ സാർ, ഈ പെട്രോളിന്റെ വില ഒരിക്കലും കുറയുന്നില്ലല്ലോ, എപ്പോഴും കൂടിയാണ് വരുന്നത്. അത് പിന്നെ നമ്മൾ മനസ്സിലാക്കണം, ഒരു 10 വർഷത്തിന് മുമ്പ് പിന്നെ ഉണ്ടായിരുന്ന നമ്മുടെ വിലയും 10 വർഷത്തിന് മുമ്പ് എത്ര രൂപയായിരിക്കും? 50 ആ റേഞ്ചിലായിരിക്കും. അതേ കാലഘട്ടം അതേ റേഞ്ചിലായിരുന്നു പിന്നെ ശ്രീലങ്കയും പിന്നെ നമുക്ക് ചുറ്റുമുള്ള ബംഗ്ലാദേശ്, ശ്രീലങ്ക, പാകിസ്ഥാൻ, ഇത് 3 രാജ്യം എടുക്കണം. പിന്നെ പെട്രോളിൻ്റെ വില കുറച്ച് കൂടി, പിന്നെ ക്രൂഡ് ഓയിൽ കുറഞ്ഞു. ക്രൂഡ് ഓയിലിൻ്റെ കാര്യമാണ്, പെട്രോളിൻ്റെ അല്ല, ക്രൂഡ് ഓയിലിൻ്റെ. പക്ഷേ നമ്മൾ ഈ കേരള ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മനസ്സിലാക്കി ദിസ് ഈസ് ദ ബെസ്റ്റ് സോഴ്സ് ഓഫ് ഇൻകം ഫോർ ഡൂയിങ് ദ PPP പ്രോജക്റ്റ്. അപ്പോൾ അതുകൊണ്ട് കുറയ്ക്കാതിരുന്നു. നമ്മൾ അതിൻ്റെ പെട്രോളിയത്തിൻ്റെ ക്രൂഡ് ഓയിലിൻ്റെ വില എത്ര കുറഞ്ഞാലും ഇതിൽ വലിയ മാറ്റം ഇല്ലാത്ത രീതിയിൽ ഇതിന് അറേഞ്ച് ചെയ്തു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു മെക്കാനിസം. ഇത് ചെയ്തത് നല്ലതാണോ ചീത്തയാണോ? എന്ത് തോന്നുന്നു? നല്ലതാണ്. നമുക്ക് ആദ്യം തോന്നുന്നത് ജനകീയ ഇതിന്. ഞാൻ കണ്ടുകൊണ്ട് ഒരു കോവിഡിന് മുമ്പ് 2019 വീഡിയോ ആരൊക്കെ എനിക്ക് അയച്ചു തന്നു. അതായത് ഈ പറഞ്ഞ 3 രാജ്യങ്ങളുണ്ടല്ലോ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, അവർക്കും നമുക്കും ഈ 10-15 വർഷത്തിന് മുമ്പ് സെയിം പ്രൈസ് ആയിരുന്നത് അവരിപ്പോൾ താഴ്ത്തി. ഇന്ത്യ മാത്രം താഴ്ത്താതിരുന്നു. പക്ഷെ ഇന്ത്യ താഴ്ത്താതിരുന്നത് നല്ലതാണെന്ന് ഇത് നമ്മുടെ നിതിൻ ഗഡ്കരിയുടെ 1-2 ആർട്ടിക്കിൾ ഞാൻ വായിച്ചു. ഇതെല്ലാം സംഗതി ഉണ്ട്, എല്ലാവരും എല്ലാ ഇതിലുണ്ട്. നിങ്ങളെല്ലാം സോഷ്യൽ മീഡിയ നോക്കും, നിങ്ങൾ ആരെങ്കിലും വല്ല ട്രോൾ ചെയ്താൽ നോക്കിക്കൊണ്ടിരിക്കുക, പക്ഷെ ഇത് വായിക്കില്ല. ഞാനിത് സോഷ്യൽ മീഡിയയിൽ ഞാൻ അങ്ങനെയല്ല, ഞാൻ ഹിന്ദുവിലൊക്കെ നല്ല ആർട്ടിക്കിൾ വരും ഇതിനകത്ത്. അപ്പോൾ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കും കേരള ഗവൺമെൻറ്റിനും ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സോഴ്സ് ഓഫ് ഇൻകം. 2 പിന്നെ ആളുകൾ ഇലക്ട്രിക് വെഹിക്കിളിലോട്ട് മാറാൻ വേണ്ടിയുള്ള ഒരു പിന്നെ മോട്ടിവേഷൻ കൂടെ ആയത്. മനസ്സിലായോ? അതായത് പിന്നെ ഇലക്ട്രിക് വെഹിക്കിൾ ആദ്യം വന്നപ്പോഴത്തേക്ക് അതിന് ഒരു ടാക്സും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് 5% ടാക്സ് ആക്കിയത്. ആളുകൾ അതിലോട്ട് മാറണ്ടേ? നമ്മൾ ആലോചിക്കണം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഫോറിൻ റിസർവ് മണി കുറയുന്നത് എതിനാണ്? പെട്രോളിയം, ക്രൂഡ് ഓയിൽ മേടിക്കുന്നതിനാണ്. മനസ്സിലായോ? അപ്പം അത് കുറച്ച് കൊണ്ടുവരണ്ടേ നമ്മൾ? അത് കുറച്ച് കൊണ്ടുവരുന്നതിന് ഈ ഹൈ ടാക്സ് നിലനിന്നാലല്ലേ ആൾ കുറയ്ക്കത്തുള്ളൂ. ഇലക്ട്രിക് വെഹിക്കിൾ ഇതിനേക്കാളും സോളാറിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. സോളാർ ഇലക്ട്രിക് വെഹിക്കിളിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ പീപ്പിൾ വിൽ ഗ്രാജുവലി ഷിഫ്റ്റ്. അപ്പം പെട്രോൾ അപ്പോഴത്തേക്ക് ഇത് കുറഞ്ഞു വരും. മനസ്സിലായോ? സാർ. അപ്പം ഇത് ചെയ്ത് നന്നായി എന്നുള്ളത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ റോഡ് ഫണ്ട് ബോർഡിന്റെ ഈ ഒരു വരുമാനം കൊണ്ട് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ഒരുപാട് മെയിൻ റോഡുകളുടെ വികസനം എല്ലാം സംഭവിച്ചത്. അപ്പം എന്തുകൊണ്ട് നോക്കിയാലും നമ്മൾ കേരളത്തിന് അതൊരു അസറ്റ് തന്നെയാണ്. ഇത് പറയുമ്പോൾ ഒരു ഇതോടെ ഞാൻ റോഡ് സേഫ്റ്റിക്ക്
ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സിൽ ഞാൻ 2014 ലാസ്റ്റ് 2015 ഫസ്റ്റിലോ മറ്റോ ഒരു പിന്നെ പ്രസൻറ്റേഷൻ നടത്തിയിരുന്നു. അപ്പോൾ അതിൽ ഈ സബ്ജക്റ്റ് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്തോ? വീഡിയോയിലില്ല. അതിൽ ലാസ്റ്റിൽ അമേരിക്കയിലുള്ള റോഡ് യൂസും അതിൻ്റെ കാര്യം ഇന്ത്യയുമായിട്ടുള്ള കമ്പയർ ചെയ്തെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ലാസ്റ്റിൽ എൻ്റെ സ്ലൈഡിലുള്ളത് റോഡ് അസറ്റ് വേഴ്സസ് വെഹിക്കിൾ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലുള്ള എല്ലാ റോഡിൻ്റെയും അതിൻ്റെ ലാൻഡ് വാല്യൂ, അതിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ്, അവിടുത്തെ ഒരു വാല്യുവേഷൻ എടുക്കുകയാണെങ്കിൽ അതും അവിടുത്തെ എല്ലാ വെഹിക്കിളിൻ്റെയും വാല്യുവേഷൻ എടുക്കുകയാണെങ്കിൽ അവർക്ക് പിന്നെ വെഹിക്കിൾ അസറ്റ് വാസ് 2 times ദാറ്റ് ഓഫ് ലാൻഡ് പിന്നെ റോഡ് അസറ്റ് വാസ് 2 times ദാറ്റ് ഓഫ് വെഹിക്കിൾ അസറ്റ്. കൂടുതൽ ഫ്ലൈ ഓവറും പാലങ്ങളും റോഡുണ്ട്, വെഹിക്കിൾ അതിൻ്റെ പകുതിയേ ഉള്ളൂ. ഇന്ത്യയിലെ കണക്കാകുമ്പോഴോ നേരെ റിവേഴ്സാണ്. കണ്ടമാനം വാഹനമുണ്ട്, പക്ഷെ പിന്നെ ലെസർ എക്സ്പ്രസ് ഹൈവേ മനസ്സിലായോ? അപ്പം മൊബിലിറ്റി വിൽ ബി കണ്ടമാനം ഡിസ്റ്റർബ്ഡ് ആവും. ഈ പിന്നെ കണ്ടെയ്നർ മൂവ്മെന്റ്, ഷിപ്പ് വരണം, കണ്ടമാനം സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യണം, കണ്ടെയ്നർ കണ്ടമാനം മൂവ് ചെയ്യണമെങ്കിൽ എക്സ്പ്രസ് ഹൈവേ നാഷണൽ ഹൈവേ വേണ്ടേ? സാധാരണ റോഡിൽ കൂടി പോകത്തില്ലല്ലോ. അപ്പോൾ അത് റിവേഴ്സ് ആക്കണം. അപ്പോൾ ഇപ്പം എന്തായിരിക്കും സ്ഥിതി എന്ന് വല്ല ഐഡിയ ഉണ്ടോ? അതായത് 4 times ആയിരുന്നു അവർ നമ്മളെക്കാളും കൂടുതൽ. അപ്പം നിതിൻ ഗഡ്കരി പറഞ്ഞ അവർ ടാർഗറ്റ് വാസ് റീച്ചിങ് ദ അമേരിക്കൻ സ്റ്റാൻഡേർഡ്. അതായത് നമ്മുടെ വെഹിക്കിൾ അസറ്റിൻ്റെ ഡബിൾ ആകണം റോഡ് അസറ്റ്. നമ്മൾ കണ്ടുപോകാൻ എക്സ്പ്രസ് ഹൈവേ ഇതൊക്കെ പണിതാലേ വരുള്ളൂ. പ്രത്യേകിച്ച് കൂടുതൽ ഫ്ലൈ ഓവർ പണിതാലേ വരുള്ളൂ. റോഡിൻ്റെ ഒരു 5 times, ചില കേസിൽ 10 times വരെ പെർ കിലോമീറ്റർ കൺസ്ട്രക്ഷൻ കോസ്റ്റ് വരും ഫ്ലൈ ഓവറിന് വരുമ്പോൾ. 1 kilometer റോഡിൻ്റെ ഒരു ലൈൻ എത്ര വരുന്നു, അതിൻ്റെ 10 timesോളം വരും, ചില കേസിൽ 5 times. ഇപ്പം ഏകദേശം 3.3 or 3.4 times എത്തി. അതായത് 2014 100 ആയിരുന്നെങ്കിൽ ഇപ്പം 310 മനസ്സിലായോ? കമ്പയർഡ് ടു വെഹിക്കിൾസ്. അപ്പോൾ അത് 2031 നമ്മൾ 4 കഴിയും. അമേരിക്കയുടെ ഇതിനേക്കാൾ ഹൈവേ ഇൻഫ്രാസ്ട്രക്ചറിൽ മുകളിലാകും എന്നുള്ളതാണ് നമ്മുടെ കണക്ക്. അതൊരു വലിയ കാര്യം തന്നെയാണ് നമ്മുടെ. അപ്പം എന്തിനാണ് ഈ പെട്രോളും ഡീസലിനും വില കുറയ്ക്കാത്തതെന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ? നമുക്ക് പെട്രോൾ അടിക്കാൻ 100 രൂപയായിരുന്നു. നമ്മുടെ നാട്ടിൽ നമ്മുടെ മനസ്സെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നതാ, ഇത് 100 രൂപ കൂടാതിരിക്കണേ ദൈവമേ. മനസ്സിലായോ? കുറച്ച് കഴിഞ്ഞാണ്ടല്ലോ നമ്മള് കുറയ്ക്കാതെ ഈ PPP പ്രോജക്റ്റ് നടക്കണമെന്നും ഹൈവേ ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എഞ്ചിനീയർ എന്നുള്ള നിലയ്ക്ക് കുറയ്ക്കാത്തത് അന്നും ഇന്നും ഞാൻ നന്നായി എന്ന് പറയും. ഇത് ഞാൻ പലരോട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പലരും ഇതില്ല. പലപ്പോഴും ഞാൻ റോട്ടറിയിലൊക്കെ ചെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. ചിലർക്ക് മനസ്സിലാവും, എന്നാലും സർക്കാർ കുറയ്ക്കാത്തത് പൊളിറ്റിക്സ് വെച്ച് പറയും. BJP എതിരാണ് അവരെങ്കിൽ അവർ അതനുസരിച്ച് പറയും, അത് അനുകൂലമാണെങ്കിൽ അവരെങ്കിലും പറയും. ഓക്കെ സാർ, നമ്മളിപ്പോൾ KRFBന്റെ വരുമാനം പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ കിഫ്ബി ഇതേപോലെ റോഡ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ കിഫ്ബിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ കിഫ്ബിന്റെ പ്രസക്തി എന്താണ് KRFB ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ? അതായത് 2001 KRFB വന്നു. 2015 വരെ KRFB, ഞാൻ 2014 റിട്ടയർ ചെയ്തു. അപ്പോൾ കൂടുതൽ ഞാൻ 2010 KRFB വന്നതുകൊണ്ട് കണ്ടമാനം റോഡും ഒക്കെ നടന്നു. അപ്പം ഈ PPP മാത്രമല്ല, PPP നമ്മൾ ട്രിവാൻഡ്രത്താണ് നടന്നത്. മറ്റ് സിറ്റികളിൽ ഇല്ല, ഈ TCRIP ട്രിവാൻഡ്രത്താണ് നടന്നത്, സിറ്റി റോഡ്. മറ്റ് സിറ്റികളിലും ടേക്കപ്പ് ചെയ്തു. അതുകൂടാതെ ആ കാലഘട്ടത്ത് പല നടക്കാത്ത ഇതും റോഡ് ഫണ്ട് ബോർഡിലിട്ട് പേയ്മെൻറ്റിന് വേണ്ടി വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പറയാം, വെണ്ടിരുത്തി ബ്രിഡ്ജ് കേട്ടിട്ടുണ്ടോ? എറണാകുളം എന്ന് പറയുന്നത്, എറണാകുളത്ത് നിന്ന് മില്ലിംഗ്ടൺ ഐലൻഡിലോട്ട് പോകുന്ന ആ ബ്രിഡ്ജാണ് വെണ്ടിരുത്തി ബ്രിഡ്ജ്. അത് പണ്ടൊരു സായിപ്പ് പണിത പാലം ഉണ്ടായിരുന്നു. അത് പുതിയൊരു പാലം. എൻ്റെ എക്സാക്ട് എസ്റ്റിമേറ്റ് എമൗണ്ട് എനിക്ക് അറിയുന്നില്ല. മേ ബി പിന്നെ more than 50 crores ഒക്കെ വരും. അത് PWD ആയിട്ടെടുത്തു ഒരു വലിയൊരു കോൺട്രാക്ടർ. നമ്മുടെ കേരളത്തിൽ നോർത്ത്, സെൻട്രൽ, സൗത്ത് എടുക്കുകയാണെങ്കിൽ നോർത്തിലെ ഏറ്റവും വലിയ കോൺട്രാക്ട് അന്നും, അതായത് 2004 മുതലുള്ള കണക്ക്, അതായത് ഉരാലിംഗൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് നോർത്തിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന. സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് വന്ന ഒരു
ഇതാണ് അവർ ദേ പെർഫോം വെൽ. അപ്പോൾ അവർ മധ്യ കേരളത്തിൽ കൊച്ചി ബേസ് ചെയ്ത് വരുന്നത് പിന്നെ ചെറിയാൻ വർക്കി കൺസ്ട്രക്ഷൻ കമ്പനി, ബിഗ് പ്ലേസ് അവർ. അപ്പോൾ അവരിങ്ങനെ പിടപെടി റോഡ് എടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞു റോഡ് ഫണ്ട് ഒരു അഷ്വേർഡ് ഇൻകം ഉള്ള റോഡ് ഫണ്ട് ബോർഡിൽ നിന്ന് പൈസ തരുമെന്നുള്ള ഒരു ഇതിൽ ദേ നെഗോഷിയേറ്റഡ് വിത്ത് ദ ഗവൺമെൻറ്. അങ്ങനെ വന്നപ്പോൾ ഞാൻ റോഡ് ഫണ്ട് ബോർഡിൽ പ്രോജക്റ്റ് എഞ്ചിനീയറായിട്ട് പോയപ്പോൾ എനിക്ക് കിട്ടുന്നത് നമ്മുടെ TCRIPക്കും ഇന്നോവേറ്റീവ് പ്രോജക്ട്സിന് മാത്രമല്ല വെണ്ടിരുത്തി ബ്രിഡ്ജിനും പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കണം. അപ്പം ബ്രിഡ്ജ് പാസ്സായി വന്നു. അത് പാസ്സാക്കുമ്പോൾ റോഡ് ഫണ്ട് ബോർഡിലെ പ്രോജക്റ്റ് അക്കൗണ്ട്സ് ഓഫീസർ പറയും സാർ പോയി നോക്കണം എന്നൊക്കെ പറഞ്ഞു. ടോം ജോസ് സാറും എന്നെ നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ബ്രിഡ്ജസ് ഇപ്പോൾ സൂപ്പർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബില്ല് എഴുതി സൂപ്പർ എഞ്ചിനീയർ അവരൊക്കെ എല്ലാം നോക്കി വരുന്ന ബില്ലിന് ഞാനൊരു റോഡ് ഫണ്ട് ബോർഡിൽ പേയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി ഞാനത് അങ്ങനെ വലുതായിട്ട് പോയില്ല. ഇടയ്ക്ക് ഒരു പ്രാവശ്യം കാണാണ്ട് പോയി. അതിനുവേണ്ടി പോയി മറ്റ് എൻ്റെ അറ്റൻഷൻ സമയം ട്രെയിനിങ് ഒക്കെ അത് മുടങ്ങുമെന്നുള്ളത് പോയില്ല. അപ്പം ഞാൻ വന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ പിന്നെ അതേപോലെയൊക്കെ എടുക്കാൻ പറ്റും. അപ്പം കേരള റോഡ് ഫണ്ട് ബോർഡ് പെർഫോമിംഗ് വെൽ. നമ്മുടെ സിറ്റിയിലെ പല ജംഗ്ഷൻസും പാളയ അണ്ടർപാസ് എല്ലാവർക്കും ബേക്കറി ഫ്ലൈ ഓവർ അതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അസൂയായി. അസൂയ ആർക്കാ? അതർ ദാൻ PWD ആർക്ക് അസൂയായിട്ട് പിന്നെ ഒരു ഇത് വന്നു, എന്തുകൊണ്ട് ബിൽഡിംഗ് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല? അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ മീൻസ് റോഡ്സ് ആൻഡ് ബിൽഡിംഗ്. റോഡ് ഫണ്ട് ബോർഡ് കനോട്ട് ടേക്ക് അപ്പ് ബിൽഡിങ്സ്. അപ്പോൾ പിന്നെ 2016 LDF ഗവൺമെൻറ് വന്നത്. 2015 കിഫ്ബിയുടെ അത് ഇവർ കൊണ്ടുവന്നു. UDF ഗവൺമെൻറ്, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ലാസ്റ്റിലാണ് കിഫ്ബി കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ KRFB ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമാണ് കിഫ്ബി ഉണ്ടായത്. അത് 15 വർഷമായില്ലേ കൊണ്ടുവന്നിട്ട്. അത് പിന്നെ വലുതായിട്ട് പെർഫോം ചെയ്ത് നമ്മൾ കേട്ട് മനസ്സിലാകുന്ന വന്നില്ല. പിന്നെ 2016 LDF വന്നപ്പോൾ തോമസ് ഐസക് ഫൈനാൻസ് മിനിസ്റ്ററാണ് ഈ കിഫ്ബിയെ ഇന്നത്തെ കിഫ്ബിയുടെ രീതിയിൽ ശക്തമാക്കിയത്, ഷേപ്പ് ചെയ്തെടുത്തു. അപ്പോൾ അതിൻ്റെ അകത്ത് മസാല ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വരുന്ന ഈ അദാനിയായാലും പുഞ്ചിലോടൊക്കെ ആയിരുന്നാലും ഷെയർ മാർക്കറ്റിൽ നിന്നല്ലേ പൈസ കളക്ട് ചെയ്യുന്നത്. അത് സാധ്യമാകുന്ന രീതിയിൽ കിഫ്ബിയെ മാറ്റിയെടുത്തു. മസാല ബോണ്ട് എന്ന് പറഞ്ഞ ഇത് ചെയ്തു. അതിൻ്റെ ഓഡിറ്റിംഗ് ഒക്കെ AG's ഓഡിറ്റിൽ നിന്ന് മാറ്റി മറ്റൊക്കെ ആക്കി. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഇപ്പോൾ AGക്ക് ഇപ്പോൾ ഡിസ്പ്യൂട്ട് ഉണ്ട്. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ് ഹീ ഡൺ എ വെരി ഗുഡ് തിങ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ റോഡ് മാത്രമല്ല ബിൽഡിങ്ങും നടക്കുന്നു. അങ്ങനെ കിഫ്ബി. അപ്പം റോഡ് ഫണ്ട് ബോർഡിൻ്റെ ഒരു ആരാധകനാണ് ഞാൻ. അപ്പം എനിക്കൊരു സങ്കടം എന്ന് വെച്ചാൽ കിഫ്ബിയുടെ കീഴിൽ റോഡ് ഫണ്ട് ബോർഡിനാക്കി. മനസ്സിലായോ? അതായത് കിഫ്ബിക്ക് അഷ്വേർഡ് ഇൻകം ഉണ്ട്. അയാളെ പിടിച്ച് ഈ കിഫ്ബിയുടെ സ്പെഷ്യൽ പർപ്പസ് വെക്കുന്നു. താഴെ ഒരു ഓർഗനൈസേഷൻ ഡൂയിങ് ഇൻ മോഡൽ കൺസ്ട്രക്ഷൻ എഗ്രിമെൻ്റ് അല്ല PPP സ്റ്റൈലിൽ പ്രവർത്തിക്കുന്ന അതർ ദാൻ ഡിപ്പാർട്ട്മെൻറ്റിന് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്നൊക്കെയാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. അവർ കിഫ്ബിയുടെ കീഴിലുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളാക്കി KRFBയെ മാറ്റി. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഒരു കുതിരയായിരുന്ന KRFBയെ പിന്നെ കിഫ്ബി ഏറ്റെടുത്തപ്പോൾ കിഫ്ബി കുതിരയായി, KRFB ഒരു കഴുതിയായി. അതായത് ഹി ഈസ് സപ്പോസ് ടു ഒബീഡിയൻറ്റ് ടു ദ കിഫ്ബി ബോസ്. വരുമാനം എല്ലാം അവർക്ക് കിട്ടുന്നു, ഡിസിഷൻ എടുക്കുന്നു. വരുമാനം കിട്ടാനുള്ള ഒരു സോഴ്സ് മാത്രമാണ് KRFB. കിട്ടിയോ? മനസ്സിലായി. അപ്പം അങ്ങനെ നടക്കുന്നു. അപ്പം എനിക്കത് ഇഷ്ടമല്ല. കാരണം ഞാനൊരു എന്താ നമ്മുടെ റോഡിനെ സ്നേഹിക്കുന്ന റോഡിലെ എഞ്ചിനീയർ ആയതുകൊണ്ട് ആയിരിക്കാം. പക്ഷെ അത് സർക്കാരിൻ്റെ ഒരു നല്ല നടത്തിപ്പിന് നല്ല കിഫ്ബിയിലെ ഫൈനാൻസിങ് ഒക്കെ വലിയ പ്രൊഫഷണൽ വേയിലാണ് ചെയ്തത്. എനിക്കറിയാം അതിലിരിക്കുന്നവരൊക്കെ ബില്ല് കൊടുക്കുന്നതിനൊക്കെ എല്ലാം വളരെ വെരി മച്ച് പ്രൊഫഷണൽ രീതിയിലാണ് ചെയ്തത്. അല്ല ഒരു സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റ് പോലുള്ള യാതൊരു നമ്മൾ പറയല്ല അഴിമതി അങ്ങനെ ഒന്നുമില്ല എന്നൊന്ന അതിൻ്റെ ഒരു കാരണം എല്ലാവർക്കും എല്ലാ ഫെസിലിറ്റിയും കൊടുക്കുന്ന ഒരു രീതിയിലാണ്. അപ്പോൾ ദാറ്റ് വേ ഇറ്റ് ഈസ് പെർഫോമിങ് വെൽ. സാറ് മുമ്പ് വർക്ക് ചെയ്തിരുന്നത് സാറ് മെയിനായിട്ട് PWDയിലായിരുന്നല്ലോ സാറ് വർക്ക് ചെയ്തിരുന്നത്. കിഫ്ബി LSGDന്റെ അണ്ടറിലാണ് വരുന്നത്. കിഫ്ബി KRFB എല്ലാം കിഫ്ബി ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് ഒരു ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ്. KRFB LSGD PWD മിനിസ്റ്ററുടെ കീഴിലായിരുന്നു. യുടെയും KRFBയുടെയും ഓർഗനൈസേഷൻ സ്ട്രക്ചർ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും.
കിഫ്ബി കെയർ ഓഫ് ബി ഫോം ചെയ്യുന്ന സമയത്ത് കെയർ ഓഫ് ബിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് അതൊരു കമ്പനിയാണ്, ഗവൺമെൻറ് ഓൺഡ് കമ്പനി. അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്ററാണ്. കിഫ്ബി കെയർ ഓഫ് ബിയുടെ ഇത് പറയാം. അത് ചെയർമാൻ എന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്റർ, ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്നത് PWD മിനിസ്റ്റർ, സെക്രട്ടറി ഈസ് ദ PWD സെക്രട്ടറി, അങ്ങനെയായിരുന്നു. അപ്പം കിഫ്ബി അതേ സ്റ്റൈലിൽ തന്നെയാണ് വന്നത്. കിഫ്ബിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. കാരണം അതിനേക്കാളും മുകളിലത്തെ റാങ്കിലുള്ള ആൾ വരണം. അപ്പം മുഖ്യമന്ത്രിയും അതിനേക്കാളും മുകളിലെ റാങ്കിലല്ല. അതുകൊണ്ട് വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ഫൈനാൻസ് മിനിസ്റ്ററാണ്. മനസ്സിലായോ? വൈസ് ചെയർ ഫൈനാൻസ് മിനിസ്റ്റർ. ആൻഡ് PWD മിനിസ്റ്റർ ഈസ് വൺ ഓഫ് ദ ബോർഡ് മെമ്പേഴ്സ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആൻഡ് സെക്രട്ടറി ഓഫ് കിഫ്ബി ഈസ് ചീഫ് സെക്രട്ടറിയോ അങ്ങനെ കണ്ട. മറ്റേത് PWD ചീഫ് സെക്രട്ടറി ആണോ അതോ ഫൈനാൻസ് സെക്രട്ടറി ആണോ? അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫൈനാൻസ് അങ്ങനെയാണ്. PWD പോയി. അപ്പം സാധാരണ മുഖ്യമന്ത്രി അവിടെ ഇരിക്കുന്നുവെങ്കിലും PWD മിനിസ്റ്റർ ആൻഡ് PWD സെക്രട്ടറി ഹാസ് ദ സേ ഇൻ കേരള റോഡ് ഫ്രണ്ട് ബോർഡ് ഡിസിഷൻ. ഇതിലത് പോയി കിട്ടി. മനസ്സിലായോ? അത് മറ്റേത് അവർക്ക് തീരുമാനം എടുക്കാമായിരുന്നു. ഓക്കെ സാർ. സാറ് ഇടയ്ക്ക് ട്രെയിനിങ്, സാർ ഒരുപാട് പേർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെന്ന് അറിയാം. സാർ ട്രെയിനിങ് മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാർ ഐസാപ്പിൻ്റെ ഒരു ട്രെയിനിങ് വിങ്ങിലാണ് സാർ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസും സാറിന് എങ്ങനെ ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി എന്നുള്ളതും അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? ഐസാപ്പ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രെങ്തനിങ് ആക്ഷൻ പ്ലാൻ. ഞാൻ പറഞ്ഞില്ല, 2000 വേൾഡ് ബാങ്കിൻ്റെയൊക്കെ ADB ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കും വേൾഡ് ബാങ്കിൻ്റെയൊക്കെ MC റോഡിൻ്റെയൊക്കെ ആ പദ്ധതി വന്നത്. എക്സ്പ്രസ് ഹൈവേയും കൂടെ തുടങ്ങാനൊക്കെ ആയിരുന്നു. അതൊക്കെ പോയി. അന്ന് 2000 എനിക്ക് ഓർമ്മയുണ്ട്, IMGയിൽ ട്രെയിനിങ്ങിന് നമ്മൾ പോകുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ AK ആന്റണി മുഖ്യമന്ത്രിയെ ഇഷ്ടമാണെന്ന് പറയുമ്പോഴും ഞാൻ ഇടതുപക്ഷ സംഘടനകളുടെ ഓഫീസറാണ്, അസോസിയേഷൻ മെമ്പറാണ്. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞ LDF ചായയുള്ള ഗസറ്റഡ് ഓഫീസർമാരുടെ സംഘടനയാണ്. അപ്പം അതിലുള്ളവർ IMGയിൽ ഞങ്ങൾ പോകുന്നതിന് കരാർ ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് അപ്പം ഞാൻ അവരോട് പറയുകയും ചെയ്ത്, രാവിലെയോ ഇന്നലെയോ എൻ്റെ അടുത്ത് നിന്ന് പിരിവ് വാങ്ങിയിട്ട് നിങ്ങൾ IMGയിൽ ഞാൻ കൊടുക്കാൻ പോകുന്ന ട്രെയിനിങ്ങിനെ എതിർക്കാൻ വരുന്നു, ആ പൈസ കൊണ്ട് ഇത് ചെയ്തു. അത് എന്തുകൊണ്ടാണ് ട്രെയിനിങ് വേണ്ടി വന്നത് കഴിഞ്ഞാൽ, അന്ന് ഈ ADB ലോണിന് അല്ലെങ്കിൽ വേൾഡ് ബാങ്ക് ലോണിനെ എതിർത്തുകൊണ്ടിരുന്ന ഇടതുപക്ഷ സംഘടനകളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്, വേൾഡ് ബാങ്ക് ലോൺ എടുക്കുന്നതിന് കുഴപ്പമില്ല നമുക്ക്, പക്ഷേ അവരുടെ കണ്ടീഷൻസാണ് പ്രശ്നം. നമുക്ക് അന്നേരം പത്രത്തിലൂടെ കണ്ടീഷൻ അറിയാം. നമ്മൾ ഈ പിന്നീട് ഐസാപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കണ്ടീഷനാണ്. അതായത് എത്ര കോടിയുടെ ലോൺ എടുക്കുന്നു അതിൻ്റെ 5% 6% സംതിങ് എനിക്ക് അത് ഗ്രാൻഡായിട്ട് വേൾഡ് ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ, അത് PWD ആണല്ലോ റോൾ എടുക്കുന്നത്, ആ ഇൻസ്റ്റിറ്റ്യൂഷനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഗ്രാൻഡായിട്ട് തരും. ഈ കണ്ടീഷൻ ഇഷ്ടമില്ലാന്ന്. അപ്പോൾ ഈ കണ്ടീഷൻ വായിക്കുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ ഏത് പദ്ധതി വരുമ്പോഴും കാള പറ്റുന്നു കേട്ട വേൾഡ് ബാങ്കിലും കുറേ കണ്ടീഷനുണ്ട്, അതെല്ലാം കുഴപ്പമാണ്. അപ്പോൾ നമ്മുടെ എഞ്ചിനീയർമാർക്കൊന്നും ഇത് വരില്ല, അത് കൺസൾട്ടൻറ്റിനെ വെക്കണം എന്ന് പറഞ്ഞ ഒരു കൺസൾട്ടൻറ്റിനെ വെക്കണം, ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ട്രെങ്തനിങ്. അപ്പോൾ അവർ വേൾഡ് ബാങ്കിൻ്റെ ഒരു സെറ്റ് ഓഫ് അവർ കേരളമോ അല്ല, പർട്ടിക്കുലർ ഏഷ്യയിലുള്ള പല കൺട്രീസിൽ നോക്കുമ്പോൾ അവിടുത്തെ എഞ്ചിനീയർമാർക്ക് വലിയ ഇതില്ല. അപ്പോൾ അതുകൊണ്ട് കൺസൾട്ടൻറ്റിനെ വെക്കണം, എന്നിട്ട് ഇവിടുത്തെ എഞ്ചിനീയർമാരെ ട്രെയിനിങ്ങും അതൊക്കെ കൊടുത്ത് സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കണം. അപ്പോൾ അങ്ങനെ ഐസാപ്പിൻ്റെ ഇതിലൂടെയാണ് എന്നെ വിളിക്കുമായിരുന്നു. ഞാൻ MBA എടുത്തിരുന്നു 1986 85 MBAക്ക് ജോയിൻ ചെയ്തു. 1985 MBAക്ക് ജോയിൻ ചെയ്തപ്പോഴാണ് ജാക്ക് കൺസ്ട്രക്ഷൻ തുടങ്ങണമെന്നുള്ള ഒരു ധൈര്യം എനിക്ക് വന്നത്. എൻ്റർപ്രണറാണ്, അങ്ങനെയാണ് 95. അപ്പോൾ അതിന് മുമ്പ് 95 പോയി. അപ്പം അതിൻ്റെ ലാസ്റ്റ് സമയമാണ് 98-99 സമയത്താണ് ഞാൻ പ്രോജക്റ്റ് റിപ്പോർട്ടൊക്കെ കൊടുക്കുന്നത്. ആ സമയത്ത്
പിന്നെ ഈ ഐസാപ്പിൻ്റെ ഭാഗമായിട്ട് ഒരു ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി ഒരു TNA ടീം, TNA ട്രെയിനിങ് നീഡ് അനാലിസിസ്, വേൾഡ് ബാങ്കിൻ്റെ TNA. അപ്പം അന്ന് PWDക്ക് ട്രെയിനിങ് ഇല്ലാത്തതുകൊണ്ട് ഈ ING എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? കേട്ടുണ്ട്. ING at PNG. അതായത് PNG ജംഗ്ഷനിൽ നിന്നും ലോ കോളേജിലോട്ട് പോകുമ്പോൾ വല സ്റ്റാൻഡിരിക്കുന്നതാണ് ING. ഇത് PNG എന്ന് പറയുന്നത് പഴയ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജാണ്, അറിയാമോ? CET ആണ്. അത് ഇപ്പോൾ CETയിലോട്ട് ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജ് ഇങ്ങനെ ശ്രീകാര്യത്തോട്ട് മാറ്റിയപ്പോൾ ഇതിനെ PNG ആക്കി. അപ്പോൾ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഹോസ്റ്റലാണ് INGയുടെ ബിൽഡിംഗ്. ആ ഹോസ്റ്റലിൽ റോഡ് സൈഡിലുള്ള ചതുപ്പോലിരുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന ഒരു വലിയ ബിൽഡിംഗ് വെച്ചപ്പോൾ INGയുടെ മെയിൻ ബിൽഡിംഗ് നമ്മൾ റോഡിൽ നിന്ന് കാണും. അതിൻ്റെ ബാക്കിൽ വരുന്നത് CETയുടെ ഹോസ്റ്റൽ. അപ്പോൾ അതിൽ ട്രെയിനിങ്ങിന് TNA ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അതിൽ ഞാനുണ്ടായിരുന്നു. അന്ന് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഹയറാർക്കിക്കൽ ഒരു സൂപ്പറിൻറ്റൻഡൻ്റ് റാങ്കിലുള്ള ആൾ വേണം TNA ടീം ലീഡർ. അതിനൊരു ഈ സായിപ്പിൻ്റെ ഭാഷയിലുള്ള സെറ്റപ്പാണ് ടീം ലീഡർ. അതിൽ ഒരു സൂപ്പറിൻറ്റൻഡൻ്റ്, അദ്ദേഹം അന്ന് ഡെപ്യൂട്ടി C അഡ്മിനിസ്ട്രേഷൻ പോലെ ആയിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വെച്ചിട്ട് ഡെപ്യൂട്ടി C അഡ്മിനിസ്ട്രേഷനാണ് ചീഫ് എഞ്ചിനീയേഴ്സ് ലെവലിലുള്ള ട്രെയിനിങ്ങിൻ്റെ ചാർജ് വരുന്നത്. ഈ അധികാര വികേന്ദ്രീകരണത്തിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം കണ്ണൂരായിരുന്നു. പിന്നെ കുറേയധികം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയേഴ്സ്, അതെല്ലാം ഞങ്ങളുടെ കേരള പെട്രോൾ ഗ്രാജുവേറ്റ് എഞ്ചിനീയേഴ്സ് അസോസിയേഷനിലുള്ള അവരെല്ലാം കോഴിക്കോട്, കണ്ണൂർ, കോട്ടയം, തിരുവനന്തപുരത്തു നിന്നുള്ള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഞാൻ മാത്രം. പിന്നെ 2 AE ലെവലിൽ 2 പേരെ കൂടെ എടുത്തു. കാരണം അത് ബീന എന്നും ബിന്ദു എന്നുള്ള. ബീന ട്രിവാൻഡ്രത്തു നിന്നുള്ള AE, ബിന്ദു കോട്ടയത്തു നിന്നുള്ള AE. അപ്പോൾ ഇത് ട്രെയിനിങ്ങിൻ്റെ അനാലിസിസ് നമ്മൾ ട്രെയിനിങ് എങ്ങനെയാണ്, നമ്മളൊരു ഡോക്ടർ രോഗിയെ പരിശോധിക്കുന്ന പോലെ ഡിപ്പാർട്ട്മെൻറ്റിന് അവരുടേതായ ഒരു പല ഇതിലൂടെ പരിശോധിച്ച് റിപ്പോർട്ട് കൊടുക്കണം. എന്താ പിന്നെ ട്രെയിനിങ് കലണ്ടർ, ട്രെയിനിങ് പ്ലാനൊക്കെ ഉണ്ടാക്കണം. ഇത് ഫൈനലി ഇവരെല്ലാം ഔട്ട്സൈഡ് കേരള ഉള്ളതുകൊണ്ട് ഇതെല്ലാം ചെയ്യാൻ വേണ്ടി അപ്പോൾ ഫാക്കൽറ്റി ഉണ്ട്, പുൽപ്പറമ്പിൽ സാർ, ജോൺ പുൽപ്പറമ്പിൽ. അപ്പം ഞാൻ അന്നേരം MBA കഴിയുമ്പോൾ MBAക്ക് ഇത് ട്രെയിനിങ്ങിൻ്റെയും TNAയുടെയൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. എനിക്കെന്തോ അറിയാം. പിന്നെ ഞാൻ ട്രെയിനിങ് കൊടുക്കുന്ന ആളുമാണ് ഡിപ്പാർട്ട്മെൻറ്റിൽ, നമ്മുടെ അസോസിയേഷൻ്റെ. അവസാനം ഇതിൻ്റെ എല്ലാം ഡ്രാഫ്റ്റ് ചെയ്യുന്നത് ഞാനും ബീനയുമായിട്ടാണ്. ആ ബീനയാണ് PWD അഡ്മിനിസ്ട്രേഷൻ C ആയിട്ട് ഇപ്പം റിട്ടയർ ചെയ്തു. ഇപ്പോൾ ഞാൻ ആക്ച്വലി വിചാരിക്കുന്നുണ്ട് ബീനയെ കൊണ്ടുവന്ന് ട്രെയിനിങ്ങിനെ കുറിച്ചുള്ള ഒരു സെഷൻ ബീനയ്ക്ക് സമയമുണ്ടെന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു. അപ്പോൾ ഈ TNA കഴിഞ്ഞപ്പോൾ പുൽപ്പറമ്പിൽ സാർ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണം. ട്രെയിനിങ്ങിനുള്ള കണ്ടിന്യൂസ് ആയിട്ട് ഇതിനുള്ള ഫണ്ട് ഈ പിന്നെ ADB ലോണിൻ്റെ ഭാഗമായിട്ട് വഴി അത് ഇവർക്ക് INGക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. PWDക്ക് ട്രെയിനിങ് നടത്തിയാൽ ശരിയാവില്ല എന്ന്. അപ്പം നമുക്കും തോന്നി അതാണ് നല്ല ING നടത്തും, നമ്മൾ INGയുടെ പൈസ മേടിച്ചിട്ട് ട്രെയിനിങ് കോർഡിനേറ്ററൊക്കെ. അപ്പോൾ ട്രെയിനിങ് മാനേജറായിട്ട് ഒരാളെ പോസ്റ്റ് ചെയ്യണം. അപ്പോഴത്തേക്കും ഡിപ്പാർട്ട്മെൻറ്റിൽ എപ്പോഴും ട്രെയിനിങ് മാനേജറായിട്ട് ഡെപ്യൂട്ടി C തന്നെ പോസ്റ്റ് ചെയ്യണമെന്ന്. അപ്പം INGയിലെ ഫാക്കൽറ്റി പറഞ്ഞു വേണ്ട വിൻസെൻ്റ്. അപ്പോൾ ഞാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പോലും ആയില്ല ആ സമയത്ത്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. അപ്പോൾ പറഞ്ഞു വേണ്ട, അത് നോക്കണ്ട, TNA ടീമിൽ നല്ലോണം പെർഫോം ചെയ്തു. ആൻഡ് ഹീസ് ബേസ്ഡ് ഇൻ ട്രിവാൻഡ്രം. അപ്പം നമ്മൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ ഒരു ലെവൽ കഴിഞ്ഞ് ഞങ്ങളെല്ലാം ചിന്തിക്കും ഒരാൾ എവിടെയാണ് ബേസ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ച്. കാരണം വീടും മക്കളും അവിടെയൊക്കെ പഠിക്കുന്നത് അതനുസരിച്ചല്ലേ ഇതുള്ളൂ. ഇപ്പം തന്നെ എന്നെ DRC ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ കമ്മിറ്റി DRBയിൽ എന്നെ എടുക്കുന്ന വെച്ചാൽ ഞാൻ ഒരു SC ലെവലിൽ റിട്ടയർ ചെയ്ത ആളാണ്. ഐ ആം ബേസ്ഡ് അറ്റ് ട്രിവാൻഡ്രം. അപ്പോൾ ട്രിവാൻഡ്രത്തേക്കുള്ള ഒരു ഇത് എന്നെ പോസ്റ്റ് ചെയ്യാനല്ല ഞാൻ വരില്ല. കോഴിക്കോട് എന്നെ വിളിച്ച് ഞാൻ എപ്പോഴും അവരും പറയില്ല, ഞാനും പറഞ്ഞു എനിക്ക് എപ്പോഴും ഇങ്ങനെ കോഴിക്കോട് പോയി മീറ്റിംഗ് നടത്തി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ട്രെയിനിങ് മാനേജറാവുന്നത്. സാർ, ഈ ട്രിവാൻഡ്രം ഡെവലപ്മെന്റിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ TCRIPന്റെ ഡെവലപ്മെന്റ് എല്ലാം നടത്തിയത് ട്രിഡയാണ്. സാർ വർക്ക് ചെയ്തത് PWDയിലാണെന്ന് നമുക്കറിയാം. ട്രിഡ ഉണ്ട്, LSGDയും ആണ്. അപ്പൊ സാർ എങ്ങനെയാണ് ആ ഒരു PWDന്ന് LSGDയുടെ വിങ്ങിലോട്ട് പോയതും സാറിന്റെ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ലാൻഡ് അക്വിസിഷൻ അല്ല, ലാൻഡ് അക്വിസിഷൻ. ഞാൻ റോഡ്സിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്നപ്പോഴാണ് ഈ ട്രെയിനിങ്ങിനൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്കും എനിക്ക് NH കോവളത്തിലോട്ട്
ട്രാൻസ്ഫറായി, നാഷണൽ ഹൈവേയിലോട്ട് ട്രാൻസ്ഫറായി. അത് കഴിഞ്ഞ് എനിക്ക് പ്രൊമോഷൻ വന്നു. അപ്പോൾ കോവളത്തോട്ട് ട്രാൻസ്ഫർ ആയെങ്കിലും ഞാൻ ട്രെയിനിങ് ഒക്കെ സിസ്റ്റമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പ്രൊമോഷൻ വന്നപ്പോഴത്തേക്കും എനിക്ക് പ്രൊമോഷൻ 2004 വരും, 2003 വരുമെന്ന് ആദ്യം പറഞ്ഞു, 2004 വരുമെന്ന്. ഞങ്ങളുടെ ലിസ്റ്റിന് പ്രൊമോഷൻ കിട്ടാത്ത ഹാർഡ് കേസുകളിൽ ഒരാളായിരുന്നു. അന്നേരം എനിക്ക് 80 കയറിയില്ല. 23 years ആയി. എന്നിട്ട് രണ്ടാമത്തെ പ്രൊമോഷൻ കിട്ടിയില്ല. ബാക്കി എല്ലായിടത്തും മൂന്നാമത്തെ പ്രൊമോഷൻ, നാലാമത്തെ പ്രൊമോഷൻ ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് അത് അവസാനം മരട് എന്താ പ്രസവിക്കുക എന്ന് പറഞ്ഞ മരട് എന്താണ് പറയുന്ന വാക്ക് നിങ്ങളുടെ ലോക്കലായിട്ടുള്ള ഇത് പറയും, പ്രസവിക്കാത്ത സ്ത്രീ പ്രസവിച്ചതിന് പറയുമല്ലോ, അതുപോലെ പ്രൊമോഷൻ കിട്ടി. വെയിറ്റ് ചെയ്ത് 2004 ലാസ്റ്റിൽ പ്രൊമോഷൻ കിട്ടി. എന്നെ പിടിച്ച് പിന്നെ മലപ്പുറത്തോട്ട് അടിച്ചു. അപ്പോൾ എനിക്ക് പ്രൊമോഷൻ കിട്ടി കഴിയുമ്പോൾ എന്നെ മലപ്പുറത്തോട്ട് അടിച്ചു. പിന്നെ അപ്പോൾ ട്രെയിനിങ്ങും പോവും ഞാനും പോവും എന്നൊക്കെ പറഞ്ഞപ്പം അപ്പോൾ ട്രെയിനിങ്ങിൻ്റെ ചാർജ് അഡ്മിനിസ്ട്രേഷൻ ചീഫ് എഞ്ചിനീയർക്കാണ്. അപ്പം ഞാൻ അഡ്മിനിസ്ട്രേഷനിൽ നാഷണൽ ഹൈവേയിൽ ഇരുന്നിട്ടല്ലേ, അഡ്മിനിസ്ട്രേഷൻ ചീഫ് എഞ്ചിനീയർ നാഷണൽ ഹൈവേ, അതായത് പല ചീഫ് എഞ്ചിനീയർ ഉണ്ട് ഞങ്ങൾക്ക്. PWD നാഷണൽ ഹൈവേ ഉണ്ട്, ബിൽഡിങ്സ് ഉണ്ട്, റോഡ്സ് ഉണ്ട്, ഡിസൈൻ ഡ്രിക് ബോർഡ് ഉണ്ട്. അതിൽ അഡ്മിനിസ്ട്രേഷൻ അന്നത്തെ ഗവൺമെൻറ്റിന് തോന്നുന്ന രീതിയിൽ ആർക്കെങ്കിലും കൊടുക്കും, സീനിയർ മോസ്റ്റോ ഗവൺമെൻറ് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. ഞാൻ നാഷണൽ ഹൈവേ ചീഫ് എഞ്ചിനീയർ സുരേഷൻ കൊയിലേരി, അദ്ദേഹം REC കാലിക്കറ്റ് എന്നുള്ള ബാച്ചാണ്. അദ്ദേഹത്തിൻ്റെ ബാച്ച്മേറ്റ്സ് ആണ് കൂടുതലും ഞങ്ങളുടെ TNA ടീമിലുണ്ടായിരുന്നു, ഞങ്ങളുടെ അസോസിയേഷൻ ട്രെയിനിങ്ങിൻ്റെ. അപ്പോൾ അവർ രാജീവ് അവരൊക്കെ എല്ലാം ബാച്ചാണ്. CET എന്നുള്ള ആക്ച്വലി ആൾ ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി ഞങ്ങളെപ്പോഴും CET REC തമ്മിലുള്ള ഒരു ഇതുണ്ട്. REC ഇപ്പം NIT നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ആണ്. ഈ CET കേരള ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനും കൊയിലേരി സാറും തമ്മിൽ ഇൻഫോർമലായിട്ടുള്ള വെച്ചാൽ നിങ്ങൾ അവിടെ പോകുക എങ്ങനെയാണ്, ഞാൻ പറഞ്ഞു അവിടെ പോകും. ഒരു പിന്നെ 1 week to അതായത് ഒരു 2 ആഴ്ച ഒന്നിച്ചെടുത്താൽ ഒരു 4-5 വർക്കിംഗ് ഡേ മലപ്പുറത്തായിരിക്കും, ബാക്കി ദിവസം ഇവിടെ ആയിരിക്കും. അപ്പം അങ്ങനെ ഞാൻ ട്രെയിനിങ് മുടക്കാതെ കൊണ്ടുപോകുമായിരുന്നു. ഞാൻ പ്രൊമോഷൻ കിട്ടി പോയപ്പോൾ ബീനയാണ് ട്രെയിനിങ് മാനേജറായിട്ട് ചാർജ് കൊടുത്തിട്ട് പോയി. ദേ ആർ ദ ട്രെയിനിങ് കോർഡിനേറ്റേഴ്സ്. ഓരോരോ ട്രെയിനിങ്ങിന് ഓരോ കോർഡിനേറ്റേഴ്സ് കാണും. അപ്പം അങ്ങനെ അപ്പം പലരും പറഞ്ഞു പ്രൊമോഷൻ കിട്ടി കാണത്തില്ല, പുള്ളി എപ്പോഴും പബ്ലിക് ഓഫീസിൽ കൂടെ നടക്കുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്തെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ ലാൻഡ് അക്വിസിഷൻ TCRIPയുടേത് സാധാരണ PWD ലാൻഡ് അക്വിസിഷൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഡെപ്യൂട്ടി കളക്ടർ ലാൻഡ് അക്വിസിഷനെ ആയിരിക്കും ചുമതലപ്പെടുത്തുന്നത്. അപ്പോൾ അത് അവരൊരു ഏതെങ്കിലും 1-2 തഹസീൽദാരന്മാരെ ലാൻഡ് അക്വിസിഷൻ തഹസീൽദാരെ സ്പെഷ്യലായിട്ട് ഇത് ചെയ്യും. അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ രീതിയിൽ അങ്ങ് നടക്കും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല, മുഖ്യമന്ത്രിക്കും ഏക്കാരിനും മുഖ്യമന്ത്രിയും PWD മിനിസ്റ്റർക്ക് പ്രത്യേകം ഇതുകൊണ്ട് ഈ ലാൻഡ് അക്വിസിഷനിൽ എപ്പോഴും ഒരു ഡ്രോബാക്ക് ഉണ്ട്. തഹസിൽദാരും ഇവരൊക്കെ ലാൻഡ് അക്വയർ ചെയ്താലും അതിൻ്റെ ബിൽഡിംഗ് വാല്യുവേഷൻ കൊടുക്കേണ്ടത് PWD ബിൽഡിംഗ്സ് വിങ്ങിൽ നിന്നാണ്. അപ്പോൾ PWD ബിൽഡിംഗ്സ് വിങ്ങിന് അവരുടേതായ ജോലി കണ്ടവാനം കാണും. അപ്പോൾ ഈ ലാൻഡ് അക്വിസിഷൻ വാല്യുവേഷൻ അവർ പോസ്റ്റ്പോൺ ചെയ്യും. അപ്പം ഡെഡിക്കേറ്റഡ് ഒരു എഞ്ചിനീയറിംഗ് ഇങ്ങനെ കിട്ടണം, PWD കൊടുക്കാൻ നിർത്തിയില്ല. അപ്പം അങ്ങനെയാണ് TIDയിലോട്ട്. അപ്പോൾ TID അപ്പോഴും ആൾറെഡി LSTDയുടെ കീഴിൽ ഫോം ചെയ്ത ഒരു സ്ഥാപനമാണ്. അവിടെ പിന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 2 AXമാർ 4 AEമാർ ഒരു എക്സിക്യൂട്ടീവ്, അവരെല്ലാം ജൂനിയേഴ്സാണ്. ഒരു 10 years അടുപ്പിച്ചുള്ള സർവീസേ ഉള്ളൂ. അപ്പോൾ അവിടെ പിന്നെ അവരെയാണ് ഏൽപ്പിച്ചത്. കാരണം ബിൽഡിംഗ് വാല്യൂഷൻ അവരെടുക്കുമല്ലോ എന്നുള്ളതുകൊണ്ട് അവരെ ഏൽപ്പിച്ചു. എന്ന് മാത്രമല്ല എവരി വീക്ക് TID കോൺഫറൻസ് ഹാളിൽ PWD മിനിസ്റ്റർ അല്ലെങ്കിൽ PWD സെക്രട്ടറി പിന്നെ TIDയുടെ ചെയർമാൻ എല്ലാവരും PWD നിന്ന് PWD C ആയിട്ട് ഈ TCRIP ചാർജ് ജോസഫ് മാത്യു സാറിനാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അവർ TCRIPയിൽ ലാൻഡ് അക്വിസിഷനിൽ ആദ്യം തുടങ്ങിയത് കവടിയാർ ടു LMS ആൻഡ് LMS ടു അട്ടക്കുളങ്ങര എന്ന് പറഞ്ഞാൽ മെയിൻ റോഡിൽ. ഇതിൽ നമ്മൾ കവടിയാർ നിന്ന് LMS സെക്രട്ടേറിയറ്റ് വരെ എടുക്കുകയാണെങ്കിൽ ആ ലാൻഡ് അക്വിസിഷനിലെ മേജർ പ്ലേസ് ലാൻഡ് ഗവൺമെൻറ് ഓർഗനൈസേഷൻ ആർ പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ ബില്ലിംഗ്
ഓർഗനൈസേഷൻസ്. എക്സാമ്പിൾ പറയാം, കവടിയാറിൽ നിന്ന് കൊട്ടാരത്തിൽ നിന്നാണ് സ്ഥലം എടുക്കേണ്ടത്. അപ്പോൾ കവടിയാർ കൊട്ടാരത്തിൽ രാജ്ഞിയോ അവരാരെങ്കിലും കണ്ട് അവരുടെ താല്പര്യം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ ഗീവ്. പക്ഷെ അതിൽ എത്ര വേഗം കെട്ടി കൊടുക്കണം. ചില പള്ളികളിൽ എനിക്ക് തോന്നുന്നു പിന്നെ സ്പെൻസർ ജംഗ്ഷനിലുള്ള ഒരു പള്ളി, അപ്പോഴവർ പറഞ്ഞിരുന്നു അവരുടെ ഓർണമെൻ്റൽ അവിടെ മതിൽ മോശമായിരുന്നു, പള്ളി ഒരു ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് ഉള്ളത്, അതിന് ഈ ഫീച്ചേഴ്സ് ഉള്ള ഒരു മതിൽ അകത്ത് കയറി കെട്ടിക്കൊടുക്കണം. നമ്മുടെ മ്യൂസിയം കോമ്പൗണ്ടിൽ എല്ലാം അകത്തോട്ടാക്കണം. അപ്പം വൃക്ഷം മുറിക്കാൻ പാടില്ല, നല്ല ഒരു വൃക്ഷം. നിങ്ങളറിയാം, മ്യൂസിയത്തിൽ നിന്ന് വെള്ളയമ്പലത്തോട്ട് വരാനുള്ള ബസ് സ്റ്റോപ്പിൽ ഒരു മരത്തിന് ചുറ്റുമില്ലേ, ഇതുപോലെ അവരുടെ സ്പെഷ്യൽ കണ്ടീഷൻസ് കനാക്കൊന്നില്ല അങ്ങനെ ഇതുപോലെ ഇങ്ങനെ ചെയ്തു കൊടുക്കണം. അപ്പോൾ സർക്കാർ ഓർഗനൈസേഷൻ എങ്ങനെ കൊടുക്കാൻ പറ്റും? അപ്പോൾ ഇവർ ഈ മീറ്റിംഗ് ചർച്ചയിൽ പറഞ്ഞു, PWDയിൽ അത് ശ്രദ്ധിച്ചേക്കണം, PWDയിൽ VVIP വിസിറ്റ്. VVIP എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് നമ്മുടെ ഇതിൽ? ഇന്ത്യൻ പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, ഇന്ത്യൻ വൈസ് പ്രസിഡന്റ്, ഇവർ 3 പേരാണ് VVIP. ആ വിസിറ്റിന് വരുമ്പോൾ റോഡോ എന്ത് നിർമ്മാണവും ചെയ്യാൻ വേണ്ടി 3 ലക്ഷം രൂപ വേവിങ് ഓഫ് ടെൻഡർ കോളിൽ ചെയ്യാനുള്ള അധികാരം ചീഫ് എഞ്ചിനീയർക്കുണ്ട്. അപ്പോൾ ചീഫ് എഞ്ചിനീയർ ബൈ ഡെസിഗ്നേഷൻ ഞാൻ റോഡ്സിലെ ചെയ്യായിരുന്നപ്പോൾ ഞാൻ VVIP വിസിറ്റിന്, അത് ശംഖുമുഖം ടു കവടിയാർ റോഡിൻ്റെ കൺട്രോൾ എൻ്റെ കീഴിലായിരുന്നു VVIP വിസിറ്റിന്. അപ്പോൾ അത് വെച്ച് ഞാനത് ബൈ ഡെലിഗേഷൻ കിട്ടിയപ്പോൾ ഞാൻ എഫക്റ്റീവായിട്ട് ചെയ്തിരുന്നത്. അപ്പോൾ മുനീർ സാഹിബ്, മുനീർ മിനിസ്റ്ററും ടിഡ ചെയർമാനും PWD CEO ജോസഫ് മാത്യു സാറിനോട് പറഞ്ഞു, നിങ്ങളുടെ PWDയിൽ നല്ല എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആരെങ്കിലും ഉണ്ടോ? അതായത് അധികാരം കൊടുത്തു നമ്മൾ ഈ പിന്നെ സിയുടെ വേവിങ് ഓഫ് ടെൻഡറേക്കാൾ 3 ലക്ഷം കൊടുത്താൽ ഈ മതിലൊക്കെ അയാൾക്ക് ഇഷ്ടമുള്ള ആളെ കൊണ്ട് ഏൽപ്പിച്ച് സമയബന്ധിതമായിട്ട് ചെയ്യണം. അന്നത്തെ 3 ലക്ഷം ഇന്നൊരു 30-40 ലക്ഷം രൂപയുടെ വർക്കുണ്ട്. ഇപ്പോൾ 30-40 ലക്ഷം രൂപയുടെ വർക്ക് വേവിങ് ടെൻഡറൊക്കെ ചെയ്ത് തോന്നാണൊക്കെ ചെയ്ത് പിന്നെ അഴിമതി കാണിച്ച് അങ്ങനെയൊന്നും വരാനും പാടില്ല, മനസ്സിലായോ? അങ്ങനെ നടക്കും. അപ്പം ജോസഫ് മാത്യു പറഞ്ഞു, വിൻസെൻ്റ് എങ്ങനെ പ്രൊമോഷൻ ആവുമോ, പക്ഷേ ട്രെയിനിങ് കൊണ്ട് പ്രൊമോഷൻ ആയോ, എന്നിട്ട് വരുമോ, എങ്ങനെയാണെന്ന് നോക്കുന്നില്ല. അപ്പം ഞാൻ പബ്ലിക് ഓഫീസിൽ പോകുമ്പോൾ ജോസഫ് മാത്യു ട്രെയിനിങ് എങ്ങനെ നടക്കുന്നു? ഞാൻ പറഞ്ഞത് പ്രൊമോഷനായി ഞാൻ എങ്ങനെ നടക്കുന്നു? ഞാൻ പറഞ്ഞു, ഞാൻ 10 ദിവസം അവിടെ 10 ദിവസം ഉള്ള അവൈലബിൾ ലീവ് എടുത്തിങ്ങനെ നിൽക്കുകയാണ്. ഒരു നല്ലൊരു ചലഞ്ചിങ് ഇതായിരുന്നു. ടിഡയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഞാൻ വന്നു കഴിഞ്ഞാൽ അതിൽ കണ്ടമാനം അറ്റൻഷൻ കൊടുത്ത ട്രെയിനിങ് എൻ്റെ മനസ്സിൽ എനിക്ക് പാഷനായിട്ടുള്ള ട്രെയിനിങ് അതൊന്നുമില്ല, യു ക്യാൻ മാനേജ്. എന്നെക്കുറിച്ച് ടിഡ ചെയർമാനെ കാണാൻ പറഞ്ഞു. അങ്ങനെ എഴുതി കൊടുത്തു. അങ്ങനെ വന്നു. ടിഡ സി ആയിട്ട് ഡെപ്യൂട്ടേഷനിൽ വന്നു. അത് 2005 മാർച്ച് ഏപ്രിൽ ആ സമയങ്ങളാണ്. സാർ എത്ര വർഷം ടിഡയിൽ വർക്ക് ചെയ്തു? യഥാർത്ഥത്തിൽ ടിഡയിൽ ഞാൻ ഇതിലെല്ലാം ചെയ്തു. ഈ പാളയ അണ്ടർപാസൊക്കെ ഞാൻ ഉണ്ടായിരുന്ന സമയത്തൊക്കെയാണ് പൂർത്തിയായത്. കുറേ മറ്റേ റോഡൊക്കെ ബേക്കർ ഫ്ലൈ ഓവറൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ല. അപ്പോഴും എനിക്ക് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. കാരണം ചെറിയ ഓർഗനൈസേഷനാണ്, താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് പെട്ടെന്ന് എന്ത് പറ്റി, ഭരണം മാറി. ഭരണം മാറുന്നതിന് മുമ്പ് തന്നെയും, ഭരണം മാറുന്നതാണ് മെയിൻ റീസൺ. അതിന് മുമ്പ് തന്നെയും ടിഡയിൽ ഞാൻ പറഞ്ഞില്ല കുറച്ച് എഞ്ചിനീയേഴ്സ് ഉണ്ട്. അതിൽ ആ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി ആണ്. അപ്പോൾ അതിനുവേണ്ടി അവരെന്തോ LSTD സംഘടനകളെല്ലാം കൂടെ LSTD നിന്ന് എഞ്ചിനീയേഴ്സിനെ എടുത്തതിൽ വിഷമമില്ല. പക്ഷെ PWD എന്നപ്പോഴത്തേക്ക് ഇത് PWDയുടെ കരങ്ങളിൽ കൊടുത്തു എന്നുള്ള ഒരു ഇതിൽ, അതുകൊണ്ട് അവർ നിർബന്ധിച്ചിട്ട് കേസ് കൊടുത്തു. അപ്പോൾ കേസ് കൊടുത്തപ്പോൾ മന്ത്രി ആരൊക്കെയോ പറഞ്ഞിരുന്നത്, യു ജസ്റ്റ് നിങ്ങൾക്ക് കേസൊക്കെ, അതിന് മുമ്പ് ഞാൻ ഒത്തിരി ട്രാൻസ്ഫർ കേസൊക്കെ കൈകാര്യം ചെയ്ത് പരിചയമുണ്ട്, നിങ്ങൾക്ക് അത് പ്രശ്നമല്ലല്ലോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഭരണം മാറിയത്. ഭരണം മാറിക്കഴിയുമ്പോൾ എന്താ, ഞാൻ ഇടതുപക്ഷം വന്നു, മിനിസ്റ്റർ PA ജോസഫ് വന്നു. യഥാർത്ഥത്തിൽ ഇടതുപക്ഷം ഉണ്ടായിരുന്നപ്പോഴാണ് എന്നെ റോഡ്സിൽ പോസ്റ്റ് ചെയ്തത്, എന്നെ ഹെൽപ്പ് ചെയ്തതാണ്. അപ്പോൾ പിന്നെ എന്താ പറയുക, ഞാനിങ്ങനെ മീഡിയയുടെ മുമ്പിൽ പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ ഈ ടിഡയിലൊക്കെ പോയി ഇങ്ങനെ പെർഫോം ചെയ്ത് UDF പീരീഡിൽ അവർക്ക് ക്രെഡിറ്റ് കൊടുത്തത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടോ എന്തോ എന്നോട് ഇഷ്ടമല്ലായിരുന്നു.
അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അവിടെ ഡെപ്യൂട്ടേഷൻ ആണല്ലോ 1 ഇയർ കഴിഞ്ഞ് നമ്മൾ എക്സ്റ്റൻഷൻ നമുക്ക് വില്ലിങ് അല്ലെങ്കിൽ തിരിച്ചു പോരാം. അപ്പം ഞാൻ ഐ ആം വില്ലിങ് ടു കം ബാക്ക്, അങ്ങനെ തിരിച്ചു പോകും. ഓക്കെ സാർ. സാർ ഈ ട്രിഡയിൽ ഇരുന്നപ്പോൾ ട്രിഡയിൽ സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്ത പ്രോജക്ട്സും അല്ലെങ്കിൽ സാറ് സ്റ്റാർട്ട് ചെയ്ത് വെച്ച പ്രോജക്ട്സും അതേപോലെ സാറിന് ചെയ്യാൻ പറ്റിയില്ല എന്ന് എന്തെങ്കിലും വിഷമമുള്ള അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാതെ പോയ എന്തെങ്കിലും പ്രോജക്ട്സ് ഉണ്ടെങ്കിൽ അതിനെ പറ്റി ഷെയർ ചെയ്യാമോ? ട്രിഡയിൽ നിങ്ങളൊക്കെ ചെറുപ്പമാണ്. പാളയം ഏരിയ, പാളയം മുസ്ലിം പള്ളിയുടെ ഓപ്പോസിറ്റ്. ഇപ്പോൾ ട്രിഡയിൽ സാഫല്യം കോംപ്ലക്സിന്റെ ബാക്കിൽ കാറൊക്കെ പാർക്ക് ചെയ്യുന്നതിൻ്റെ മൾട്ടി ലെവൽ പാർക്കിംഗ് ഇല്ലേ, അത് ഈ ബാക്കറി ഫ്ലൈ ഓവർ ഈ സ്ഥലമെല്ലാം ട്രിഡ പണ്ട് സ്ഥലം മേടിച്ച് അത് ഷോപ്പോട് കൂടി അക്വയർ ചെയ്തിട്ട് എക്സിസ്റ്റിംഗ് ടെനൻസിനെ അലൗഡ് ടു കണ്ടിന്യൂ. അങ്ങനെ ഇരുന്ന് പിന്നെ അവർ കേസിന് പോയിട്ട് അവരെ ഒരിക്കലും ഒഴിപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു അന്നത്തെ റെന്റ് കൺട്രോൾ ആക്ട് അനുസരിച്ചൊക്കെ. അപ്പം നമ്മുടെ റോഡിന് ഇത് ചെയ്യേണ്ട സമയം വന്നപ്പോഴും അവസാനം ട്രിഡയിലുള്ളവരെല്ലാം കേസ് കൊടുത്തിട്ട് എനിക്ക് അവിടെ ചെയ്ത ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ജോലിയാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഈ ട്രിഡയിൽ കുറേ എക്സിമാരും എക്സിക്യൂട്ടീവും പറഞ്ഞില്ല, ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ അവർക്ക് ഞാൻ ഷൈൻ ചെയ്യുന്നതെന്നോ PWDയിൽ എക്സിക്യൂട്ടീവിന് ഷൈൻ ചെയ്യുന്ന അവരുടെ പ്രൊമോഷനെ ബാധിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിവിടെ കണ്ടിന്യൂ ചെയ്ത് കളയോ ഗവൺമെൻറ് വെച്ചിട്ട് അവർ ഇല്ല. അപ്പം ഞാൻ അന്നേരം ട്രിഡ ചെയർമാനോടൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എന്നെ പേഴ്സണലി ഹെൽപ്പ് ചെയ്യുന്നു, അതായത് ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ വേണം പേഴ്സണലി ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ അതിന് മിനി എന്നുള്ള അസിസ്റ്റന്റ്. അപ്പോൾ ആ മിനി റിട്ടയർ ചെയ്തപ്പോൾ എന്നെ വിളിച്ചിരുന്നു. മിനിയുടെ ഹസ്ബൻഡ് എൻ്റെ റോട്ടറിയിൽ മെമ്പറാണ്. എന്നോടുള്ള മിനി എന്ന് പേര് കേട്ടാൽ മുസ്ലിം ലേഡിയാണ്, പക്ഷേ മുസ്ലിം ആയിട്ടല്ല പെരുമാറുന്നത്. എന്നോടുള്ള കമ്പനി കിട്ടാൻ വേണ്ടിയാണ് ഹസ്ബൻഡിനെ റോട്ടറിയിൽ പറഞ്ഞത്. അപ്പം ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് മിനിയുമായിട്ട് ഇതുപോലെ ഞാൻ പറഞ്ഞു ബീനയെ പോലെ മിനിയുമായിട്ട് ഇത് ചെയ്യണം. അപ്പം എനിക്ക് അത് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതിയിൽ കുറേ കേസ് പോയപ്പോൾ നമ്മൾ കേരള റോഡ് ഫണ്ട് ബോർഡും കക്ഷി ചേർന്നു. നമ്മൾ PPP എഗ്രിമെൻ്റ് വെച്ചിരിക്കുക, അതുകൊണ്ട് കക്ഷി ചേർന്നു. അപ്പോൾ ഹൈക്കോടതിക്ക് തോന്നി ഇത് ഗവൺമെൻറ് പറയുന്നതാണ് ഈ കടക്കാരന്മാർ അതുകൊണ്ട് ദേ അപ്പോയിൻ്റ് അഡ്ജുഡിക്കേറ്റർ റിട്ടയർഡ് ജില്ലാ ജഡ്ജ് രാമേന്ദ്രൻ നായർ എന്നാണ് എൻ്റെ ഓർമ്മ പേര്. അദ്ദേഹത്തെ ഡെയിലി ബേസിസിൽ ട്രിഡയിൽ അറ്റൻഡ് ചെയ്ത് ഹൈക്കോടതിയിലുള്ള കേസെല്ലാം ഇദ്ദേഹത്തിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഹൈക്കോടതിയുടെ പവറാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. വാട്ട് ഹീസ് ടേക്കിംഗ് ഡിസിഷൻ ഈസ് ഹൈക്കോടതിയുടെ ഡിസിഷൻ പോലെ വരത്തക്കത് അതിൽ കൊടുത്തിട്ട് ഡെയിലി ബേസിസിൽ പാളയത്തുള്ള. അപ്പം നമ്മൾ എഗെയിൻ ഞാൻ പറയും, പിന്നെ സാഫല്യ കോംപ്ലക്സിൻ്റെ ഇപ്പുറത്ത് കുറേ C ബ്ലോക്ക് എന്ന് പറഞ്ഞല്ലോ, അന്നൊരു പുതിയ ബിൽഡിംഗ് പണിയാൻ വേണ്ടി പിന്നെ ക്യാപിറ്റൽ റീജിയൻ ഡെവലപ്മെൻ്റ് എന്ന് മുഖ്യമന്ത്രിയാണ് ഫണ്ട് അനുവദിച്ചത്. ആ ബിൽഡിംഗ് പണിത് ഇവരെ കടക്കാർ ഫ്രണ്ടിൽ നിൽക്കുന്നു. അതായത് പഴയ മുസ്ലിം പള്ളിയുടെ ഫ്രണ്ട് 2 ലൈൻ റോഡാണ്. നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന 4 ലൈനോ 6 ലൈനോ വരുന്നതെങ്കിൽ അതിന് ബാക്കിലാണ് സാഫല്യവും ഇതുള്ളത്. അവിടെ പണിത് കഴിഞ്ഞ് ഇവർ മാറാൻ പറഞ്ഞാൽ ഇവർ മാറത്തില്ല. അപ്പോൾ ഈ അഡ്ജുഡിക്കേറ്ററുടെ മുമ്പിൽ നമ്മൾ ഡെയിലി കൊടുക്കും, ഇന്ന കടക്കാർ മാറുന്നില്ല. അപ്പോൾ ഈ കടക്കാർ പലതും നോക്കിയപ്പോൾ എന്താ, പല കടക്കാരും ഒറിജിനൽ ടെനൻസും മരിച്ചുപോയി, അല്ലെങ്കിൽ അവർ ഇല്ല. അവരൊക്കെ ഇവരുടെ അസോസിയേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, കടക്കാരുടെ സംഘടന. അതെല്ലാം സംഘടനയുടെ മിസ് ചെയ്തുണ്ട്, ഞങ്ങൾ പറയുമ്പോൾ രസമുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഡെയിലി ബേസിസിൽ ഓരോ കടക്കാരെ ഒഴിപ്പിക്കാൻ വേണ്ടി അപ്പോൾ പിന്നെ നമ്മൾ നോട്ടീസ് കൊടുക്കും. നമ്മൾ അഡ്ജുഡിക്കേറ്ററോട് ആവശ്യപ്പെടും. അഡ്ജുഡിക്കേറ്റർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതിൽ എഞ്ചിനീയേഴ്സിൽ പലരും കള്ളവും പറയുന്നത്, സത്യസന്ധമായിട്ട് പറയുന്നത്. അപ്പോൾ സത്യസന്ധമായിട്ട് പറയുന്ന ആൾ ഞാനും അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നുള്ളത് മിനിയെ ഞാൻ കണക്ട് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ചെയ്തു. അയാൾ പക്ഷേ പേര് ഞാൻ പറയുന്നില്ല, അയാൾ ചിലപ്പോൾ കള്ളം പറഞ്ഞേക്കാം. അപ്പം ഞാൻ ടിഡ സെക്രട്ടറിയും ടിഡ ചെയർമാനും പറഞ്ഞു, സാറാ എഞ്ചിനീയർ വിൻസെന്റിന് ഇത് ചെയ്യാം, ബിനിയെയും കൂടെ എടുക്കാം, പിന്നെ അവർ പറയുന്ന തേർഡ് പാർട്ടി കൂടെ. അപ്പം നമ്മൾ ഇന്ന കട ഒഴിയണം, അവർക്കുള്ള സ്പേസ് അലോട്ട് ചെയ്തു. 24 hours ഒഴിയാൻ വേണ്ടി നോട്ടീസ് കൊടുക്കാൻ പറയും. നമ്മൾ 24 hours നോട്ടീസ് കൊടുക്കും. എന്നിട്ട് ഒഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ അഡ്ജുഡിക്കേറ്ററോട് വാക്കാൽ പറയും, നമ്മളവിടെ വെള്ളം കറണ്ട് ഒക്കെ കട്ട് ചെയ്യും. അതിനുള്ള ലെറ്റർ വാട്ടർ അതോറിറ്റിക്ക് കൊടുക്കും. അപ്പോൾ അതിൽ ചില വെള്ളത്തിന് വാട്ടർ പിന്നെ ടിഡയുടെ സെക്രട്ടറിയുടെ പേരിലായിരിക്കും, ചിലത് ചീഫ് എഞ്ചിനീയർ ടിഡ എന്നായിരിക്കും. വാട്ടർ അതോറിറ്റീസ് അത് കൊടുത്തിട്ട് നമ്മൾ 24 hours എന്ന് പറഞ്ഞാലും നമ്മൾ 48 hours എടുക്കും. ഒരു ദിവസം കൂടെ അവിടെ മാറക്കാനുള്ളത്. 48 hours കഴിഞ്ഞാൽ
ഇത് പൊളിക്കാൻ വേണ്ടി അക്ഷരാർത്ഥത്തിൽ നമ്മളൊരു പിന്നെ ഏതാ അമ്പലത്തറയുടെ അപ്പുറത്ത് പൂന്തറ ഭാഗത്ത് അന്ന് ബൈപ്പാസിൽ ഈ ജനലും പാളികളൊക്കെ ഇങ്ങനെ വെച്ച് വിൽക്കുന്ന സെക്കൻഡ് ഹാൻഡ് വിൽക്കുന്ന ഒരു പാർട്ടിയെ, അതായത് സ്വല്പം ഗുണ്ടായുസത്തിലാണ് നമ്മളിതെല്ലാം പൊളിച്ചത്, വിത്ത് ദ പെർമിഷൻ ഓഫ് ഗവൺമെന്റ്. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ നോട്ടീസ് കൊടുക്കുന്നു. അപ്പം ഇതെല്ലാം കൂടെ മിനി വരുന്നില്ലെങ്കിലും രാത്രിയൊക്കെ വിളിച്ച് നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. മിനിയുടെ കീഴിൽ ഒരു ഓവർസർ ഉണ്ടായിരുന്നു, ആ പീഡബ്ല്യൂഡിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഓവർസറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഓവർസറോട് രാത്രി വരാൻ പറഞ്ഞ് രാത്രി മെസ്സേജൊക്കെ നമുക്ക് തരികയും, ഞങ്ങളൊന്നും ആ സമയത്ത് പോവില്ല. കാരണം നമ്മൾ സാധാരണ പ്രൈവറ്റ് ആളുകൾ അവരുടെ ബിൽഡിങ്ങിനെ എവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ആ ഒരു സ്റ്റൈലിൽ സർക്കാരിന് വേണ്ടി നമ്മൾ ചെയ്തു. അപ്പൊ ഓരോ ദിവസവും ഓരോ ബിൽഡിംഗ് പൊളിച്ചു കൊടുക്കും. ഇതിനിടയ്ക്ക് മീഡിയക്കാരൊക്കെ ഒന്ന് ചോദിക്കും, TV അതൊക്കെ വന്ന് നമ്മളൊന്നും കൊടുക്കില്ല, എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഈ നാട്ടുകാരെല്ലാം എന്നുള്ളത് പിന്നെ അവർ കണ്ടുപിടിക്കും. പിന്നെ നമ്മൾ അങ്ങനെ ഓരോ ദിവസം കഴിയുന്നവർ ആ കടകളെല്ലാം പൊളിഞ്ഞ് ആ വേദി കിട്ടുന്നത് അത് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഈ TRDCയിലുള്ള നമ്മൾ പറയുന്നത് നമ്മൾ വെയിറ്റ് ഒരു മാസത്തിനകത്ത് തരാൻ പറ്റും, 2 ആഴ്ചയ്ക്ക് തരാൻ പറ്റും എന്ന് പറയും. പക്ഷെ പറയുന്ന ദിവസത്തേക്കാൾ മുമ്പ് നമ്മൾ കുറച്ച് കുഷനിട്ടാണ് പറയുന്നത്. ചിലപ്പോൾ ഒഴിഞ്ഞില്ലെങ്കിലോ വേറെ ഏതെങ്കിലും ഹൈക്കോടതി സുപ്രീം കോടതി പോയി പിന്നെ ഒരു സ്റ്റേ മേടിച്ചുകൊണ്ടെന്ന് എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷെ ആ ഒഴിപ്പിക്കൽ എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരിതാണ്. രണ്ടാമതൊന്ന് ബാറ്റ ബിൽഡിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, എല്ലാ പഴയ സിനിമകളിലെങ്കിലും കണ്ടിട്ടുണ്ടാവും. സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ് പുളിമോടുണ്ടല്ലോ GPOയുടെ ഇടയ്ക്ക് ഒരു ബാറ്റ ബിൽഡിംഗ് ഉണ്ടായിരുന്നു, 4-5 നിലയുള്ള. അത് ആ ബാറ്റ ബിൽഡിങ്ങിന് വേണ്ടി 2 ലൈൻ റോഡേ ഉള്ളൂ. അത് പൊളിക്കാൻ വേണ്ടിയും കോഴിക്കോട് നിന്ന് മാപ്പിള കലാശന്മാരെ കൊണ്ടുവന്ന് അത് ഇതുപോലുള്ള ഒരു നീക്കമായിരുന്നു. ഇത്രയും ഡീലായിട്ട് പറഞ്ഞില്ല, അത് വേറെ സ്റ്റൈലിലാണ് നടത്തി. കാരണം അത് ട്രാഫിക് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. ആരുടെ പുറത്തെങ്കിലും ഒരു ചീള് വീണ് കഴിഞ്ഞാൽ ഉടനെ ഇത് വരും. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ ഇത് കൊടുക്കാൻ പറഞ്ഞു, ഫെൻസിങ് ഒക്കെ കൊടുക്കാൻ. എത്ര ഫെൻസിങ് കൊടുത്താൽ ഫെൻസിങ്ങിന്റെ അകത്തൂടെ ആൾക്കാർ നടക്കും, മനസ്സിലായോ? ഞാൻ ആ സമയത്ത് സിംഗപ്പൂർ പോയപ്പോഴത്തേക്ക് അകത്ത് നടക്കുന്നതിന് തന്നെ ഇങ്ങോട്ട് പോകുന്നുണ്ട്. അത്രയും ഇതായിട്ട് നമ്മളിത് പറഞ്ഞാലും ഇത് ഇടില്ല. അങ്ങനത്തെ ഒരു റേറ്റ് നമുക്ക് കൊടുക്കാൻ ഒക്കില്ല. സർക്കാരിന്റെ പിഴമ്പുടെ റേറ്റ് അനുസരിച്ച് വേണം ഓരോ കാര്യങ്ങൾ പേയ്മെന്റ് കൊടുത്താൽ. അത് ഇത് 2 കാര്യങ്ങൾ എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ തരുന്നു. അതേപോലെ സാറിന് നടത്തിയെടുക്കാൻ പറ്റിയില്ല എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ? അത് എപ്പോഴും എനിക്ക് തോന്നുന്നു സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ, സെക്രട്ടേറിയറ്റിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ ഓവർബ്രിഡ്ജിൽ നിന്ന് പാളയത്തോട്ട് വരുമ്പോൾ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ 3 ലൈനുണ്ട് ഇപ്പം ഏകദേശം. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് 2 ലൈനേ ഉള്ളൂ, 2 ലൈനേ ഉള്ളൂ. നമ്മൾ പ്രോജക്റ്റിൽ എംഫസൈസ് ചെയ്യുന്നത് 4 ലൈനാണ്. അതായത് 3 ലൈൻ വെഹിക്കിളും 1 ലൈൻ ഫസ്റ്റിൽ ബസ് ബേയും ഒരു സ്റ്റാച്യു കഴിഞ്ഞിട്ട് പിന്നെ ടാക്സി സ്റ്റാൻഡുമായിട്ട്. അത് പൊളിക്കാൻ പറ്റിയില്ല. അത് പൊളിക്കാൻ വേണ്ടി സെക്രട്ടറിയേറ്റ് ലെറ്ററൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭരണം മാറി. അപ്പോഴത്തേക്കും പുതിയ മിനിസ്റ്റർ അവരൊക്കെ വന്നപ്പോഴത്തേക്ക് സെക്രട്ടേറിയറ്റ് പൊളിക്കാൻ അങ്ങനെയൊക്കെ പോയി. പിന്നെ ഒന്നുള്ളത് പേട്ട റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, നമ്മൾ പാളയം ടു ശംഖുമുഖം 4 ലൈനായിട്ടാണ്. പാളയം ടു പിന്നെ എയർപോർട്ട്, ഇപ്പോഴത്തെ എയർപോർട്ട് ടെർമിനൽ വരെ 4 ലൈനും അത് കഴിഞ്ഞ് 3 ലൈനുമാണ്. നമ്മൾ ട്രാഫിക് വോളിയം സ്റ്റഡി എടുത്തപ്പോൾ അത് മതിയായിരുന്നു. അപ്പോൾ പേട്ട ബ്രിഡ്ജ്, ഈ റെയിൽവേ ബ്രിഡ്ജിൻ്റെ പാരലായിട്ട് ഒരു ബ്രിഡ്ജ് പണിയാൻ നമുക്കുണ്ടായിരുന്നു. അത് പണിയാൻ പറ്റിയില്ല. ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ റെയിൽവേക്ക് പൈസയൊക്കെ അടച്ച് എനിക്കതിന് താല്പര്യം, മറ്റു പലർക്കുമൊക്കെ താല്പര്യമില്ലായിരുന്നു. ആ റെയിൽവേ ബ്രിഡ്ജ് പണിതുള്ള പ്രീ ക്വാളിഫിക്കേഷൻ വച്ചിട്ടാണ് പുഞ്ചില വഴി നമ്മൾ ഒർക്ക അവാർഡ് ചെയ്തത്. അവരുടെ റെയിൽവേ ബ്രിഡ്ജ് പണിതിട്ടുണ്ട്. റെയിൽവേയുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ബ്രിഡ്ജ് പണിയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്കില്ല് വേണം. ട്രെയിൻ പോകാത്ത സമയത്തല്ലേ അതിനുള്ള ബോഗിയൊക്കെ ഇവർ പ്രിക്വയർ ചെയ്യാനോ അങ്ങനെയൊക്കെയുള്ള ഇവർക്കുള്ള MOU അവർ സൈൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ മാറിപ്പോയതുകൊണ്ടാണ് അത് പണിയാൻ പറ്റാത്തത്. ഞാൻ കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ പക്ഷെ ഭരണം മാറിക്കഴിഞ്ഞാൽ അവരുടെ താല്പര്യം മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ സെക്രട്ടറിയുടെ കാര്യം ഞാൻ ഇരുന്നാലും അടുത്ത മിനിസ്റ്റർക്കും കാര്യങ്ങൾ താല്പര്യമില്ലെങ്കിൽ പിന്നെ അത് നടക്കത്തില്ല. പക്ഷെ റെയിൽവേയുടെ ഭരണം മാറിയെങ്കിലും ഞാൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ നടക്കുമായിരുന്നു. റെയിൽവേക്ക് പിന്നെ നടന്നില്ല. ഇത് രണ്ടുമാണ് എനിക്കൊരു ഇതെല്ലാം ഭരണത്തിൻ്റെ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കും. ഞാൻ എപ്പോഴും എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പോസ്റ്റ് ചെയ്താൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നവരെ നമ്മൾ ജോലി ചെയ്യും. ആ ഭരണം മാറിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് മാറുന്നതാണ് നല്ലതെന്നുള്ളത് ഈ ടിടയിൽ വർക്ക് ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കി. അല്ല അവിടെ അടിച്ചു തൂങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ അത് കണ്ടമാനം പ്രശ്നങ്ങൾ വരും.
മേ ബി ഇനിയായിരിക്കാം വലിയ വലിയ എന്തെങ്കിലും പ്രോജക്ട്സ് വന്ന് നമ്മളിവിടെ എല്ലാം വികസിക്കാൻ പോകുന്നത്. അപ്പോൾ താങ്ക് യു സാർ. ഒരുപാട് സാറിൻ്റെ എക്സ്പീരിയൻസും സാറിൻ്റെ തന്നെ ഒരുപാട് പ്രോജക്ട്സിനെ പറ്റിയും സാറിൻ്റെ തന്നെ കുറേ വർക്കിനെ പറ്റിയും എല്ലാം അറിയാൻ സാധിച്ചു. താങ്ക് യു സാർ. താങ്ക്സ്.